Hello, good evening. Audible ആണോ? ഹലോ. ഓക്കെ. അപ്പൊ നമ്മൾ സോഷ്യൽ സൈക്കോളജി ആണ് അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏതൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും? ആറ്റിറ്റ്യൂഡ്, സ്റ്റീരിയോ ടൈപ്പ്, ഗ്രൂപ്പ്, പ്രെജുഡീസ്, ഡിസ്ക്രിമിനേഷൻ, അല്ലെ ഗ്രൂപ്പ്, അതിൽ തന്നെ സോഷ്യൽ ഫെസിലിറ്റേഷൻ, സോഷ്യൽ ലോഫിംഗ്, ഇങ്ങനെ നമ്മൾ ഒരുപാട് കൺസെപ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരുപാട് ഇനിയും കിടക്കുന്നുണ്ട്. സോഷ്യൽ ഇൻഫ്ലുവൻസ് നോക്കാം. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഐ മീൻ മോക്ക് ടെസ്റ്റ് അല്ല, ആഹ് ഒരു ടെസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? യെസ്, ഓക്കെ. അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ട് വന്നോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ ആൻസറിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലോ അങ്ങനെ എന്തെങ്കിലും? ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാണോ പറയണേ? നിങ്ങൾ എല്ലാവരും ഡെയിലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. യു ക്യാൻ ഫ്രീലി കോണ്ടാക്ട്. പ്രെജുഡിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ക്ലാഷ് വന്നു അല്ലെ? ഇത്രേ ഉള്ളൂ. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബിഹേവിയർ ഉണ്ടായിരിക്കും. ബിഹേവിയർ ഒരു ആക്ഷൻ എന്നുള്ള വേർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നോക്കാണ്ട് ഡിസ്ക്രിമിനേഷൻ എന്ന് കാണിക്കാം. അതായത് ആ ഒരു ഫീലിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഡിസ്ക്രിമിനേഷൻ ത്രൂ. ഓക്കെ. ഇപ്പൊ പ്രെജുഡിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫീല് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ അതിനെ നമ്മൾ ബിഹേവിയറിൽ കാണിക്കുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണതാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ പറയാറില്ലേ, കളർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒക്കെ, അതൊക്കെ നമുക്ക് വിസിബിൾ ആണ്. ആ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വിസിബിൾ ആയിട്ടുള്ള ഒരു ഫോമാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമുക്കത് വലിയ, നമുക്ക് അത് അയാൾ തുറന്നു പറയാണ്ട് നമുക്ക് ഒരിക്കലും അത് വിസിബിൾ ആയിരിക്കില്ല. പക്ഷെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ വിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റും. ഒരെന്നെ വേർതിരിച്ച് കാണിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവിടെ ഒരു വിസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും ഡിസ്ക്രിമിനേഷൻ കേട്ടോ. അപ്പൊ ആക്ട് ഓർ ബിഹേവിയർ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ വിസിബിൾ നമുക്ക് കാണുന്ന വേർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിമിനേഷൻ ഓപ്റ്റ് ചെയ്യാം. ഓക്കെ. സോ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇനി നമുക്ക് സോഷ്യൽ ഇൻഫ്ലുവൻസിലോട്ട് പോവാം. എന്താണ് സോഷ്യൽ ഇൻഫ്ലുവൻസ്? വാട്ട് ഈസ് സോഷ്യൽ ഇൻഫ്ലുവൻസ്? ഒന്ന് പറഞ്ഞേ, എന്താണ് സോഷ്യൽ ഇൻഫ്ലുവൻസ്? അൺമ്യൂട്ട് ചെയ്ത് പറയണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്തോളൂ. എന്താണ് സോഷ്യൽ ഇൻഫ്ലുവൻസ്? ഇനി ഐഡിയ പറയൂ. ഇന്ററാക്ട് ചെയ്തിട്ട് പോവാം, അല്ലെങ്കിൽ 1.5 hour നമുക്ക് തന്നെ ബോറടിക്കും. പറയൂ. ആർക്കൊന്നും പറയണ്ട. ഓക്കെ. സോ സോഷ്യൽ ഇൻഫ്ലുവൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് attitudes, perception, and behaviors can be affected by the real or implied presence of others. ഓക്കെ. ഇത്രേ ഉള്ളൂ. അതായത് എന്ത് ചെയ്യാണ് നമ്മള് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സും പെർസെപ്ഷനും ആൻഡ് ബിഹേവിയർ ഒക്കെ ഉണ്ടല്ലോ, അത് ബാക്കിയുള്ളവരുടെ ഇതിന് എന്താ പറയാ, ബാക്കിയുള്ള ആൾക്കാർ കാരണം അത് നമ്മളെ എഫക്ട് ചെയ്യുക. അതായത് ബാക്കിയുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മളെ എഫക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ബിഹേവിയർ നമ്മൾക്ക് എഫക്ട് ആവുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ പെർസെപ്ഷൻ നമ്മൾ എടുക്കുക. അങ്ങനെ ബാക്കിയുള്ളവരുടെ പ്രസൻസ് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ അതേഴ്സിന്റെ നമ്മളെ അതിൽ എഫക്ട് ചെയ്യണതിനെയാണ് നമ്മൾ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയാം അല്ലെ. ഇപ്പൊ ഒരാൾക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ആ ആറ്റിറ്റ്യൂഡാണ് നമ്മളും ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ പറയാ അതിനെ? ഓക്കെ, അയാൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അല്ലെ. നമ്മൾ പറയാറുണ്ട് കുറെ ഫിലിം സ്റ്റാർസ് ആവട്ടെ, അല്ലെങ്കിൽ വേറെ കുറെ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ, അല്ലെങ്കിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ പറയാറുണ്ട് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളാണ്. ഈ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളാന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അയാളുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഏറ്റെടുത്തു അല്ലെ, അത് നമ്മളെ എഫക്ട് ചെയ്തു, പോസിറ്റീവ്ലി എഫക്ട് ചെയ്തു, അല്ലെങ്കിൽ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യാം കേട്ടോ. സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എഫക്ഷൻ മാത്രമല്ല, നെഗറ്റീവിൽ നമുക്ക് എഫക്ട് ചെയ്യാം. ഇപ്പൊ അവരുടെ ബിഹേവിയർ, ഇപ്പൊ ചില ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ബിഹേവിയർ നമ്മൾ അതുപോലെ തന്നെ ആക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അല്ലെ. അപ്പൊ അവരുടെ ബിഹേവിയർ നമ്മൾ എഫക്ട് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ നമ്മൾ കോപ്പി ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ,
എന്താ പറയാ, social influence എന്ന് പറയാം. Clear? It is a process by which attitudes, perception and behaviors can be affected by the real or implied presence of others. Okay. ക്ലിയർ ആണോ? സോഷ്യൽ ഇൻഫ്ലുവൻസ് ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡും പെർസെപ്ഷനും ബിഹേവിയറും ഒക്കെ നമ്മളെ എഫക്ട് ചെയ്യുക. പോസിറ്റീവ്ലി ആവാം, നെഗറ്റീവ്ലി ആവാം. അങ്ങനെ എഫക്ട് ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയാ, സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയാം. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള വേർഡ് ആണ്. സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഇനി മെയിൻ ഡിറ്റർമിനൻസ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് 3 കാര്യങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് കംപ്ലൈൻസ്, ഒന്ന് ഒബീഡിയൻസ് ആൻഡ് ഒന്ന് കൺഫോമിറ്റി. കംപ്ലൈൻസ്, ഒബീഡിയൻസ് ആൻഡ് കൺഫോമിറ്റി. എന്താണ് കംപ്ലൈൻസ്? കംപ്ലൈൻസ് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കംപ്ലൈന്റ് ആണോ? കംപ്ലൈന്റ് ആണ്. വാട്ട് ഈസ് കംപ്ലൈൻസ്? റെസ്പോൺസ് ടു ഡയറക്റ്റ് റിക്വസ്റ്റ്. ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിനെയാണ് കംപ്ലൈൻസ് എന്ന് പറയാം. ഓക്കെ. ദെൻ ഒബീഡിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? റെസ്പോൺസ് ടു അതോറിറ്റി. ഒരു വലിയൊരു അതോറിറ്റിനെ നമ്മൾ ഒബേ ചെയ്യുക, അല്ലെ? നമ്മൾ പറയാറില്ലേ അനുസരിക്കുക എന്നൊക്കെ പറയാം. അതോറിറ്റിനെ നമ്മൾ ഒബേ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒബീഡിയൻസ് എന്ന് പറയാം. കൺഫർമിറ്റി എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ടു സോഷ്യൽ നോംസ്. അതൊക്കെ നമ്മൾ വൃത്തിക്ക് പഠിക്കും കേട്ടോ. ഇനി 3 വേർഡ്സ് നമ്മൾ വൃത്തിക്ക് പഠിക്കും. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നുള്ളൂ. കംപ്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കംപ്ലൈൻസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഒരാളുടെ ദിസ് ഈസ് വെൻ ആൻ ഇൻഡിവിജ്വൽ ചേഞ്ചസ് ദെയർ ബിഹേവിയർ ടു മാച്ച് ദ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പുമായിട്ട് നമ്മൾ മാച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിഹേവിയറിനെ നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് കംപ്ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, അതായത് ഒരു റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡയറക്ട്ലി റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെസ്പോൺസ് ടു എ ഡയറക്റ്റ് റിക്വസ്റ്റ്. ഒരു റിക്വസ്റ്റിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് എന്തിനാണ് നമ്മൾ ആ റെസ്പോൺസ് കൊടുക്കുന്നത്? ആ ഗ്രൂപ്പുമായിട്ട് നമ്മൾ മാച്ച് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈവൻ ഇഫ് ദേ പ്രൈവറ്റ്ലി ഡിസഗ്രി, അപ്പൊ നമ്മൾ ഡിസഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഗ്രൂപ്പുമായിട്ട് മാച്ച് ആവാൻ വേണ്ടിയിട്ട് അവരുടെ റിക്വസ്റ്റിന് റെസ്പോണ്ട് ചെയ്യാണ്, അല്ലെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാണ്. അതിനാണ് നമ്മൾ എന്ത് പറയാ, കംപ്ലൈൻസ് എന്ന് പറയാം. കംപ്ലൈൻസ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പെട്ടെന്ന് പറഞ്ഞേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മളെ ബിഹേവിയർ നമ്മൾ ചേഞ്ച് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു മാച്ച് ദ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പുമായിട്ട് മാച്ച് ആയിട്ട് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാണ്. ഈവൻ ഈഫ് വി പ്രൈവറ്റ്ലി ഡിസഗ്രി. നമുക്ക് മനസ്സുകൊണ്ട് അതിനോട് വലിയ അഗ്രി ഒന്നുമില്ല, എങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ് അതുമായിട്ട് മാച്ച് ആയി പോകണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും. അതായത് നമ്മള് ലോഫിങ് അറ്റ് എ ജോക്ക്, നമ്മളൊരു തമാശക്ക് വേണ്ടി ചിരിക്കും അല്ലെ? ആരെങ്കിലും ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചിരിക്കും. നമുക്ക് അത് ഫണ്ണി ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിലും എല്ലാവരും ചിരിക്കുമ്പോൾ നമ്മൾ തന്നെ അറിയാണ്ട് ചിരിക്കാറില്ലേ? എന്നിട്ട് നമ്മൾ തന്നെ വിചാരിക്കും ഇപ്പൊ ഇത് പൊട്ട ചളിയാണല്ലോ, അല്ലെങ്കിൽ ഇത് എന്ത് പൊട്ട തമാശയാണല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എല്ലാവരും ചിരിക്കുന്നതുകൊണ്ട് നമ്മളും ചിരിക്കും. ആ ഒരു സംഭവത്തിനാണ് നമ്മൾ കംപ്ലൈൻസ് പറയാം. അതായത് നമ്മൾ ഡയറക്ട്ലി റെസ്പോണ്ട് ചെയ്യുക, അവിടുത്തെ ഒരു സാധനത്തിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യാണ്, ഡയറക്ട്ലി റെസ്പോണ്ട് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു മാച്ച് ദാറ്റ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പുമായിട്ട് മാച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാണ്. നമുക്ക് ചിരി വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചിരിക്കുകയാണ്. ആ ഗ്രൂപ്പുമായിട്ട് മാച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചിരിക്കുകയാണ്. അതിനാണ് കംപ്ലൈൻസ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? ഹന്ന ജോർജ് ക്ലിയർ ആണോ? ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മൾ ആ ഗ്രൂപ്പുമായിട്ട് മാച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാം. അത്രേ ഉള്ളൂ കംപ്ലൈൻസ് എന്ന് പറഞ്ഞാലേ. ഇനി ഒബീഡിയൻസ്. അപ്പൊ എന്താണ് ഒബീഡിയൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും അല്ലെ? ഒബീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതും ഒരു കൈൻഡ് ഓഫ് ഒബേ ചെയ്യാം. അതായത് അതോറിറ്റി ഫിഗേഴ്സ് ആയിരിക്കണം ഇവിടെ. ഇപ്പൊ കംപ്ലൈൻസിന്റെ കേസിൽ അവിടെ അതോറിറ്റി ഉണ്ടാവണമെന്നൊന്നുമില്ല. നമ്മൾ ആ ഗ്രൂപ്പുമായിട്ട് മാച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ചേഞ്ച് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മുടെ ക്യാരക്ടർ ബിഹേവിയർ നമ്മൾ ചേഞ്ച് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷെ ഒബീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റി എന്ത് പറഞ്ഞോ അതിനെ ഒബേ ചെയ്യാം. നമ്മൾ അതിനെ ഡിസഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോ നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു ഓഫീസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മേലുള്ള ആൾക്കാർ പറയുമ്പോൾ നമ്മുടെ അതോറിറ്റി പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല അല്ലെ? ഓ, എന്തിനാ അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞേ, അത് ശരിയല്ലല്ലോ. പക്ഷെ നമ്മൾ അതിനെ ഒബേ ചെയ്തേ പറ്റുള്ളൂ. അതിനെ നമ്മൾ ഒബേ ചെയ്യുകയും ചെയ്യും അല്ലെ? അപ്പൊ അതിനാണ് ഒബീഡിയൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ദിസ് ഈസ് എ ഫോം ഓഫ് കൺഫർമിറ്റി where an individual follow direct orders or commands from an authority figure. ഒരു അതോറിറ്റി ഫിഗറിന്റെ
കമാൻഡിനെ നമ്മൾ ഒബേ ചെയ്യുക. നമ്മൾ ഇതിനെ ഡിസഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനെ ഒബേ ചെയ്യുന്നതിനെയാണ് ഒബീഡിയൻസ് എന്ന് പറയാം. ക്ലിയർ? ഇനിയുള്ളത് ഒബീഡിയൻസ് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ദെൻ തേർഡ് വൺ ആണ് എന്ത്? കൺഫർമിറ്റി അല്ലേ? കൺഫർമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് ടു സോഷ്യൽ നോംസ്. നമ്മൾ സോഷ്യൽ നോംസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മാച്ച് ആയിട്ട് പോകുന്നതിനെയാണ് കൺഫർമിറ്റി എന്ന് പറയാം. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു കൾച്ചറിൽ എല്ലാവരും ഒരു കാര്യം ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ നമുക്കതിനെ ഇഷ്ടമല്ല. നമുക്ക് പേഴ്സണലി അതിനെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അത് സൊസൈറ്റിയിൽ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണെന്ന് വിചാരിക്കുക. പക്ഷെ നമുക്ക് പേഴ്സണലി അതുകൊണ്ട് യാതൊരു ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ കൺഫേംഡ് ആവണം. കൺഫർമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിയിപ്പോ ബാക്കിയുള്ളവർ എന്ത് പറയും, ഇനി ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുമോ, ഇനി എന്റെ വീട്ടുകാർ എന്തെങ്കിലും ചീത്ത പറയുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുക? അതുമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് പോകുന്നതിനെയാണ് കൺഫർമിറ്റി എന്ന് പറയാം. ലൈക്ക് കംപ്ലൈൻസ് പോലെ തന്നെയാണ് കൺഫർമിറ്റി. പക്ഷെ കൺഫർമിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സോഷ്യൽ നോംസും ആണ്. ഓക്കെ, കംപ്ലൈൻസ് പറയുമ്പോൾ നമ്മൾ ചെറിയതായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ നോക്കുക. പക്ഷെ കൺഫർമിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സോഷ്യൽ നോംസിലോട്ട് നമ്മൾ കടക്കും. ക്ലിയർ? നമ്മൾ ഇത് വൃത്തിക്ക് ഒന്നും കൂടെ പഠിക്കും കേട്ടോ. അപ്പൊ 3 കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡെപ്ത് ലെവലിൽ മനസ്സിലാവും. ഓക്കെ, so can I move? ഓക്കെ, നോക്കൂ, വാട്ട് ഈസ് കൺഫർമിറ്റി? കൺഫർമിറ്റി എന്നുള്ള വേർഡ് നിങ്ങൾ മറക്കരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് കേട്ടോ. സോഷ്യൽ സൈക്കോളജി അറിഞ്ഞിടത്തോളം കാലം നിങ്ങൾ കൺഫർമിറ്റി അറിഞ്ഞേ പറ്റുള്ളൂ. Conformity is a type of social influence involving a change in belief or behavior in order to fit in with a group. കണ്ടോ? നോക്കൂ, നമ്മൾ ആ ഗ്രൂപ്പിൽ ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ബിലീഫിനെ നമ്മൾ ചേഞ്ച് ചെയ്യണതിനെയാണ് കൺഫർമിറ്റി എന്ന് പറയാം. അതും ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ്. മറ്റു സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫ്ലുവൻസ് ആണ് അതല്ലേ. ഇപ്പോ ഒരു കൺഫർമിറ്റിക്ക് ആർക്കെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? കൺഫർമിറ്റിക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. പറയൂ. നോ ഐഡിയ. ഓക്കെ, അപ്പൊ കൺഫർമിറ്റിക്ക് ഒരു എക്സാമ്പിൾ പറയാൻ ചർച്ച് പോകാൻ അല്ലെങ്കിൽ പോകുന്നത്. അതിന് നമുക്ക് കൺഫർമിറ്റിക്ക് പകരം നമുക്ക് അതിന് എന്തിടാം? കംപ്ലൈൻസിൽ വേണമെങ്കിൽ ഇടാം അല്ലെ. ഫാഷൻ ട്രെൻഡ്സ് ഫോളോ ചെയ്യുന്നത്. അതെ, അതൊരു കൈൻഡ് ഓഫ് കൺഫർമിറ്റി ആണ്. നമ്മൾ ഫാഷൻ ട്രെൻഡ്സ് ഫോളോ ചെയ്യുന്നത് ഒരു കൈൻഡ് ഓഫ് കൺഫർമിറ്റി. നമ്മൾ നമ്മുടെ ബിഹേവിയറിനെ തന്നെ മാറ്റാണ് ആ ഗ്രൂപ്പായിട്ട് ഫിറ്റ് ആവാൻ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബിലീഫിനെ മാറ്റാണ്. അപ്പോ അതിൽ പറഞ്ഞ പോലെ ചർച്ച് പോകാൻ ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ പോകുന്നതും ഒരു കൈൻഡ് ഓഫ് കൺഫർമിറ്റി ആണ് അല്ലെ. അതായത് ആ ഗ്രൂപ്പിൽ, നമ്മൾ ആ ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ ഫിറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കൺഫർമിറ്റി ആണ് എന്ത്? ഈ കാര്യം. അത് നമ്മൾ ഒരു റിലീജിയനെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നതും ഒരു കൈൻഡ് ഓഫ് കൺഫർമിറ്റി ആണ്. ഓക്കെ, ആ ഗ്രൂപ്പിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബിലീഫിനെ തന്നെ മാറ്റുക അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ മാറ്റുക എന്ന് പറയുന്നത് ഒരു കൺഫർമിറ്റി ആണ് കേട്ടോ. വെരി ഗുഡ്. അതും ആൻഡ് ആഷ്ലിൻ പറഞ്ഞ പോലെ തന്നെ ഫാഷൻ ട്രെൻഡ്സ് ഫോളോ ചെയ്യുന്നതും ഒരു കൈൻഡ് ഓഫ് അതാണ്. പിന്നെ പീർ പ്രഷർ ഒക്കെ ഇതിൽ ഭാഗമാണ്. ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെ നടക്കുന്നു അതുപോലെ നമ്മൾ നടക്കുക. അതെന്തിനാണ്? അല്ലെങ്കിൽ അവർ നമ്മൾ ആ കൂട്ടത്തിൽ കൂട്ടൂല. ഓക്കെ, അപ്പൊ അവരുടെ ആ ഒരു ബിഹേവിയറുമായിട്ട് നമ്മൾ നമ്മുടെ ബിലീഫിനെ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൺഫർമിറ്റി ക്യാൻ ആൾസോ ബി സിംപ്ലി ഡിഫൈൻഡ് ആസ് yielding ടു ഗ്രൂപ്പ് പ്രഷേഴ്സ്. നമ്മൾ ഗ്രൂപ്പ് പ്രഷറിലേക്ക് പോവുക എന്നുള്ളതാണ് കൺഫർമിറ്റിന്റെ സിംപ്ലി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ. ക്ലിയർ? ഇനി നോക്കൂ, there are several varieties of conformity. കണ്ടോ, ഇതിൽ കണ്ടോ കംപ്ലൈൻസ്. ഇതാണ് അതുൽ പറഞ്ഞത്. അതുൽ പറഞ്ഞത് ആക്ച്വലി കൺഫർമിറ്റി തന്നെയാണ്. പക്ഷെ കൺഫർമിറ്റിയിൽ നമുക്ക് എന്തിലോട്ട് പറയാം? കംപ്ലൈൻസ് വേണമെങ്കിൽ പറയാം അല്ലെ. നമ്മൾ നമ്മുടെ ഇത് ചേഞ്ച് ചെയ്യാം. ആ ഒരു ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യുന്നതിനാണ് കംപ്ലൈൻസ് എന്ന് പറയാം. ഒബീഡിയൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കംപ്ലൈൻസ് നമ്മൾ പറഞ്ഞു. ഇനിയുള്ളത് എന്താണ്? അക്സെപ്റ്റൻസ്. വാട്ട് ഈസ് അക്സെപ്റ്റൻസ്? അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയില്ലേ? അറിയോ അക്സെപ്റ്റൻസ് എന്താന്ന്? പറഞ്ഞു നോക്കൂ.
ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ അക്സെപ്റ്റൻസ്. പറയുന്നുണ്ടോ? ഓക്കെ. സോ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൺലൈക്ക് കംപ്ലൈൻസിന്റെ പോലെയല്ല, അക്സെപ്റ്റൻസ് ഇൻവോൾവ്സ് ബോത്ത് ഔട്ട്വേർഡ് കൺഫോമിറ്റി ആൻഡ് ഇന്റേണൽ അഗ്രിമെന്റ്. In this case, an individual genuinely believes in their behavior or idea they are confirming to, often after being influenced by others. അതായത് ഇത്രേ ഉള്ളൂ, നമ്മള് കംപ്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റേണലി നമ്മൾ അതുമായിട്ട് ഓക്കെ ആയിരിക്കില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഇന്റേണൽ അഗ്രിമെന്റ് അവിടെ ഉണ്ടായിരിക്കില്ല. നമ്മൾ മറ്റേതിനോട് ആ ഗ്രൂപ്പിൽ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ചെയ്യണമെന്നില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ നമ്മൾ ബാക്കിയുള്ളവർ ചിരിക്കുന്നോണ്ട് നമ്മൾ ചിരിക്കണം. ഇപ്പൊ ചിരിച്ചിട്ടില്ലെങ്കിൽ മോശമാവോ, ഇനി തമാശ അല്ല എന്നുള്ളത് നമുക്ക് നല്ല വൃത്തിക്ക് അറിയാം, നമുക്കൊരു ചിരി വന്നിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ളവർ ചിരിക്കുന്നോണ്ട് നമ്മളും ചിരിക്കും. അപ്പൊ അതൊരു കൈൻഡ് ഓഫ് അൺലൈക്ക് ആണ്. പക്ഷെ അക്സെപ്റ്റൻസിന്റെ കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു ഇന്റേണൽ അഗ്രിമെന്റും കൂടെ അവിടെ ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ അഡോപ്റ്റിംഗ് ഹെൽത്തിയർ ഈറ്റിംഗ് ഹാബിറ്റ്സ്. നമ്മൾ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് ഹാബിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യുക. ആഫ്റ്റർ ജോയിനിങ് എ ഫിറ്റ്നസ് ഗ്രൂപ്പ്, ഒരു ഫിറ്റ്നസ് ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്തു, എന്നിട്ട് നമ്മൾ ഹെൽത്തിയർ ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാ? കാരണം നമ്മൾ ഇന്റേണലിയും കൂടി അത് അഗ്രി ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, ശരിയാണ്, കാരണം ഈറ്റിംഗ് ഹാബിറ്റ്സ്, നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നത് എനിക്കും നല്ലതാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നമുക്ക് ഇന്റേണലി നമ്മൾ അതിനോട് അഗ്രി ചെയ്യുന്നുണ്ട്, ദെൻ നമ്മൾ അത് ഫോളോ ചെയ്യുന്നതാണ് അക്സെപ്റ്റൻസ് എന്ന് പറയാം. പക്ഷെ കംപ്ലൈൻസിന്റെ കേസിൽ എങ്ങനെയാണ്, നമ്മൾ ഇന്റേണലി അഗ്രി ചെയ്യുന്നത്. ക്ലിയർ? അത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഒബീഡിയൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു അതോറിറ്റിയുടെ ഇത് വരും കേട്ടോ, ഒരു അതോറിറ്റി പറയുന്നോണ്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ വരും. കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്, ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ അതോറിറ്റി പറഞ്ഞതുകൊണ്ട്, അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇന്റേണൽ അഗ്രിമെന്റ് കൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് സ്റ്റഡീസ് നോക്കാം, കൺഫർമിറ്റിന്റെ കുറച്ച് എക്സ്പെരിമെന്റ്സ് നോക്കാം. മുസഫർ ഷെരീഫിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Muzaffar Sharif's conformity study. Muzaffar Sharif used autokinetic effect in the classic study on conformity, in which he evaluated the concept of norm formation. He found that the subject's solitary estimates changed so that the group agreed upon the amount of movement. Put another way, individuals conformed to the group, their judgments converged on same group norm. ഇത്രയുള്ളൂ. മുസഫർ ഷെരീഫിന്റെ ഓട്ടോകൈനറ്റിക് എഫക്റ്റ് എന്തായിരുന്നു? ഓട്ടോകൈനറ്റിക് എഫക്റ്റ് എന്തായിരുന്നു എന്ന് അറിയോ ആർക്കെങ്കിലും? അറിയോ? നോ മാം, നോ മാം. ഓക്കെ, പറഞ്ഞുതരാം കേട്ടോ. ഓട്ടോകൈനറ്റിക് ഇത്രേ ഉള്ളൂ. അതൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു, നമ്മളൊരു ഡാർക്ക് റൂമിൽ വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. ഇതിൽ 10 പാട്ട്. Okay, autokinetic phenomenon നോക്കി നോക്കൂ. This refers to the fact that when people placed in a completely dark room, ഒരു കംപ്ലീറ്റ്ലി ഡാർക്ക് ആയിട്ടുള്ള ഒരു റൂമില് ആരെ വെക്കാണ്? ആൾക്കാരെ, ഓക്കെ, കുറച്ച് പീപ്പിളിനെ പ്ലേസ് ചെയ്തു. ആൻഡ് എക്സ്പോസ്ഡ് ടു സിംഗിൾ സ്റ്റേഷനറി പോയിന്റ് ഓഫ് ലൈറ്റ്. സ്റ്റേഷനറി ആണ്, നോക്കി നോക്ക്, സിംഗിൾ ആയിട്ടുള്ള ഒരു സ്റ്റേഷനറി പോയിന്റ് ഓഫ് ലൈറ്റ് അവർക്ക് എക്സ്പോസ് ചെയ്ത് കൊടുത്തു. മോസ്റ്റ് പീപ്പിൾ പെർസീവ് ദ ലൈറ്റ് ആസ് മൂവിങ് അബൌട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യേ. അതായത് ഒരു സിംഗിൾ ആയിട്ടുള്ള കുഞ്ഞൊരു പോയിന്റ് ഓഫ് ലൈറ്റ് മാത്രം കാണിച്ചു. അത് സ്റ്റേഷനറി ആണ്, മൂവ് ചെയ്യണില്ല കേട്ടോ, സ്റ്റേഷനറി ആണ്, അവിടെ മൂവ് ചെയ്യാണ്ട് നിൽക്കുന്ന ഒരു പോയിന്റ് ഓഫ് ലൈറ്റ്. പക്ഷെ മോസ്റ്റ് പീപ്പിൾ എന്തത് പെർസീവ് ചെയ്തത്? ദ ലൈറ്റ് ആസ് മൂവിങ്. ആ ലൈറ്റ് മൂവ് ചെയ്യുന്ന പോലെ പെർസീവ് ചെയ്തു. ദിസ് ഈസ് ദ ബിക്കോസ് ഓഫ് ദ ഡാർക്ക്, no clear cues to distance or location. The perceived movement is known as autokinetic phenomenon. അപ്പോൾ ഇത് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും ഡാർക്കാണ്.
അപ്പൊ നമുക്ക് ഈ ഒരൊറ്റ ലൈറ്റ് മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പൊ ആ ലൈറ്റ് സ്റ്റേഷനറി ആണോ എന്ന് അറിയാൻ പോലും നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഒബ്ജക്റ്റോ അതിന്റെ ലൊക്കേഷനോ അതിന്റെ ഡിസ്റ്റൻസ് ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അതിനുള്ള ക്യൂസ് ഒന്നും അപ്പുറത്തില്ല. നമ്മള് സാധാരണ ഒരു സാധനം മൂവിയാണ് നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുക? കാരണം തൊട്ടടുത്തുള്ള ഒരു സാധനം സ്റ്റേഷനറി ആയി നിൽക്കുന്നുണ്ട്, ഇത് അനങ്ങുന്നുണ്ട്. നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് പറയാ അല്ലെ, ഓക്കെ ഇത് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാവും. നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അപ്പുറത്തെ ട്രെയിൻ മൂവ് ചെയ്യായിരിക്കും, നമ്മൾ ചിലപ്പോൾ നിൽക്കുമായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്യുന്ന ഫീൽ വരും. കാരണം അതായത് നമ്മൾ കമ്പയർ ചെയ്യണം, മറ്റുള്ള ട്രെയിനും നമ്മുടെ ട്രെയിനും ഒക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഫീലാണ് അത്, വേറൊരു ക്യൂ ഉള്ളതുകൊണ്ട്. പക്ഷെ ഈ കേസസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെറും ഡാർക്ക് റൂമാണ്. അതുകൊണ്ട് തന്നെ അവർക്കിത് അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നുണ്ടോ അതോ മൂവ് ചെയ്യാണോ എന്നുള്ളത് അറിയാൻ പോലുള്ള ക്യൂസ് ഒന്നും അവിടെ ഇല്ല. അത്രയും ഡാർക്കാണ്. ഒരു ഒറ്റ പോയിന്റിൽ മാത്രം ലൈറ്റ് വരികയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും എന്ത് വിചാരിച്ചു, ഇത് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുസഫർ ഷെരീഫ് കൊടുത്തിട്ടുള്ള ഒരു വേർഡ് ആണിത് ഓട്ടോ കൈനറ്റിക് ഫിനോമിനൻ. ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ഓട്ടോ കൈനറ്റിക് ഫിനോമിന. ക്ലിയർ? ഓട്ടോ കൈനറ്റിക് ഫിനോമിന ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. സോ അതുകൊണ്ട് തന്നെ ഡോട്ട് മൂവ് വെൻ രഹന പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്, വെരി ഗുഡ് രഹന. അത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഒരു ഡോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ വരും. അപ്പൊ എല്ലാരും എന്തായി, അതുമായിട്ട് കൺഫേം ആയി ഇല്ലേ? കൺഫേമിറ്റി കാണിച്ചു അവിടെ ആ ഒരു ഇതിനോട്. ആക്ച്വലി അത് മൂവ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മള് എല്ലാരും അത് ഒരേ തരത്തിൽ അതിനെ പെർസീവ് ചെയ്തു. അതിനെയാണ് ഓട്ടോ കൈനറ്റിക് എഫക്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ ആണ് സോളോമൻ ആഷ്. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മറ്റേ പേജ് എടുക്കുക, മുസഫർ ഷെരീഫ് ഓട്ടോ കൈനറ്റിക് എഫക്ട് അല്ലെങ്കിൽ ഓട്ടോ കൈനറ്റിക് ഫിനോമിന എഴുതി വെച്ചോ. ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. മുസഫർ ഷെരീഫ് ഹൈഫൺ എന്താണ് മുസഫർ ഷെരീഫിന്റെ സ്റ്റഡി? ഓട്ടോ കൈനറ്റിക് ഫിനോമിന അല്ലെങ്കിൽ ഓട്ടോ കൈനറ്റിക് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം, സോളോമന്റെ ആ സ്റ്റഡിയിലോട്ട് പോവാം. അപ്പൊ ഒരു കൺഫർമിറ്റി, നമ്മൾ കുറെ സ്റ്റഡീസ് ഓൺ കൺഫർമിറ്റി, ഒരുപാട് പേര് കൺഫർമിറ്റിന്റെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ട്. അതിൽ ഒരാളായിരുന്നു മുസഫർ ഷെരീഫ്, അയാളുടേതായിരുന്നു ഓട്ടോ കൈനറ്റിക് എഫക്ട് കേട്ടോ. ഇനി അടുത്ത കൺഫർമിറ്റിയിൽ നടത്തിയിട്ടുള്ളത് ആരാ നോക്കാം. ആരാണ്? സോളോമൻ ആഷ്. സോളോമൻ ആഷ് കൺഫർമിറ്റി സ്റ്റഡി എന്ന് പറയും. അയാൾ എന്തിലാണ് ചെയ്തിരുന്നത്? ലൈൻ ജഡ്ജ്മെന്റ് ടാസ്ക് ആയിരുന്നു അദ്ദേഹം ചെയ്തത്. എന്തായിരുന്നു? ലൈൻ ജഡ്ജ്മെന്റ് ടാസ്ക്. ഓക്കെ, ലൈൻ ജഡ്ജ്മെന്റ് ടാസ്ക് എന്ന്. Participants required calling out the number corresponding to the line that was equal in length to the standard line. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഇതാണ് സ്റ്റാൻഡേർഡ് ലൈൻ, കാണുന്നുണ്ടോ? ഇതാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റാൻഡേർഡ് ലൈൻ. ഒരു ലൈനെ അവർക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനം കൊടുത്തു. എന്നിട്ട് ഇപ്പുറത്ത് എന്ത് ചെയ്തു? 1 2 3 മാർക്ക് ചെയ്യാനുള്ള സാധനം. ഓക്കെ, സോ ഇതാണെന്ത് സ്റ്റാൻഡേർഡ് ലൈൻ. മനസ്സിലായോ? ഇതാണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ലൈൻ. എന്നിട്ട് എന്ത് ചെയ്തു? ഇവർക്ക് ഇങ്ങനെ ഒരു പേപ്പറിൽ വേറെ 3 ലൈൻസ് കൊടുത്തു. എന്നിട്ട് ആൾക്കാരോട് ചോദിച്ചു, ഇതിൽ ഏതാണ് ഇതിനോട് ഈക്വൽ ആയിട്ടുള്ളത്? ഈ ലൈനിനോട് ഈക്വൽ ആയിട്ടുള്ളത് ഇതിൽ ഏത് നമ്പർ ആണ്? 1 ആണോ 2 ആണോ 3 ആണോ എന്നുള്ളത് ചോദിച്ചു. ആൾക്കാരോട് എഴുതാൻ പറഞ്ഞു. ക്ലിയർ? എക്സ്പെരിമെന്റ് ക്ലിയർ അല്ലേ? അതായത് ഇവർക്ക് ഒരു സ്റ്റാൻഡേർഡ് ലൈൻ ഓൾറെഡി ആദ്യം കാണിച്ചു കൊടുത്തു. ഇതായിരുന്നു സ്റ്റാൻഡേർഡ് ലൈൻ എന്ന് പറയുന്നത്. ഇത് ഓൾക്ക് ഓൾറെഡി കാണിച്ചു കൊടുത്തിട്ട് ഇതിനോട് ഈക്വൽ ആയിട്ട് വരുന്ന ലൈൻ ഇതിൽ ഏത് നമ്പർ ആണ് എന്നുള്ളത് എഴുതാൻ പറഞ്ഞു. അതാണ് അവിടെ നടന്നത്. ഓക്കെ, സോ നോക്കി നോക്കാം ഇത് എന്താണ് സംഭവിച്ചത്. നമുക്ക് നോക്കി നോക്കാം. പോണില്ലല്ലോ. ഓക്കെ, സോ അപ്പൊ നമ്മൾ അവിടെ ഏത് ലൈനാണെന്നുള്ളത് നോക്കാൻ പറഞ്ഞു അല്ലെ. They had to make a total of 18 judgments. അപ്പൊ അവിടെ 18 ആൾക്കാർ വെച്ചിട്ടാണ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. 5 out of 6
confederate stated judgments before the participants. For the first two judgments, confederates choose the correct line, after which they unanimously choose a clearly incorrect line in 12 critical trials of the remaining 16 trials. Participants confirmed to the incorrect majority on 37% of trials. 76 of participants confirmed on at least one of the trials. In contrast, when participants made judgment privately, only 1% made errors. അതൊന്നും നോക്കണ്ട, നിങ്ങൾ ആ കണക്കൊന്നും പഠിക്കണ്ട കേട്ടോ. As experiments also had a controlled condition where there were no confederates, only a real participant. When around 95% participants got all the answers correct, but 75% went against their own eyes at least once if the group gave a wrong answer. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രയാണ് നടന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചു പേര് അവരെന്ത് ചെയ്തു, സോളമൻ ആഷ് എന്ത് ചെയ്തു, കുറച്ചു പേരെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു, ഒരു തെറ്റായിട്ടുള്ള നമ്പർ പറയാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് ഓ ഇനി ഇതാണോ ലൈന്, പക്ഷെ ബാക്കി എല്ലാവരും എന്ത് പറയുന്നുണ്ട്, 5 എന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലെ, അതായത് മൂന്നാമത്തെ എവിടെ നമുക്ക് തോന്നുന്നതാണ് ഓക്കെ 2 ആണ് കറക്റ്റ് എന്ന് എനിക്ക് ഇങ്ങനെ തോന്നുകയാണ്. പക്ഷെ ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി എന്ത് സെറ്റ് ചെയ്ത് വെച്ചു, 3 എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ക്ലിയർ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ നമ്മളൊന്ന് ഡൗട്ട് അടിക്കില്ലേ, ഇത്രയും മെജോറിറ്റി ആൾക്കാരും 3 എന്നാണല്ലോ പറയുന്നത്, അപ്പൊ ഇനി 2 അല്ലേ, അതിന് 3 ആണോ, അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഡൗട്ട് അടിക്കാൻ തുടങ്ങി അല്ലെ. അപ്പൊ ഒറ്റയ്ക്ക് അവർ ചെയ്യുമ്പോ, അവരെ സിംഗിൾ ആയിട്ടാണ് അവരോട് ആൻസർ ചോദിക്കുമ്പോ അവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, കറക്റ്റ് ആൻസർ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർ അതിന് ശേഷം എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, ഗ്രൂപ്പിൽ കൊടുത്തിട്ടപ്പോ എല്ലാരും 3 എന്ന് പറയണ കേട്ടപ്പോ ഇവർക്ക് ഒരു ഡൗട്ടായി, ഇനിയിപ്പോ 2 അല്ലേ 3 ആണോ, അപ്പൊ ഇവരെന്ത് ചെയ്തു, കൺഫേംഡ് ആയില്ലേ, മെജോറിറ്റി ഇതാണല്ലോ പറയണേ, ഓക്കെ അങ്ങനെയാണെങ്കിൽ ചിലപ്പോ അതന്നെ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ കൺഫേം ചെയ്തു. ഓക്കെ, കൺഫേമിറ്റി കാണിച്ചു. അപ്പൊ അങ്ങനെ അവരെന്ത് ചെയ്തു, തെറ്റിക്കാൻ തുടങ്ങി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചത്, നിങ്ങൾ 3 എന്നുള്ള തെറ്റ് ആൻസർ പറയണം എന്നുള്ളത്. ക്ലിയർ? അപ്പൊ അതാണ് സോളമൻ ആഷിന്റെ കൺഫർമിറ്റി സ്റ്റഡി. ലൈൻ ജഡ്ജ്മെന്റ് ടാസ്ക് ആയിരുന്നു കേട്ടോ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു ഹൈഫൺ ഇട്ടിട്ട് ചെയ്തോളൂ. ക്ലിയർ? സോളമൻ ആഷിന്റെ ലൈൻ ജഡ്ജ്മെന്റ് ടാസ്ക്. സോ നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇതിൽ ഡൗട്ട് വെച്ചിട്ട് പോവല്ലേ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. സോളമൻ ആഷും അതുപോലെ മുസഫർ ഷെരീഫ് ഒക്കെ, ഇവരൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് സോഷ്യൽ സൈക്കോളജിയിൽ. ക്ലിയർ ആണോ? യെസ് യെസ് പറഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാം. യെസ് ഓർ നോ, യെസ് ഓർ നോ, യെസ് ഓർ നോ. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയണോ? നിങ്ങളും സോഷ്യലി കൺഫേംഡ് ആവല്ലേ? ക്ലിയർ അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. ഓക്കെ, യെസ് മാം, ക്ലിയർ ആണ്. ഓക്കെ, ബാക്കിയുള്ളവർ യെസ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇനി യെസ് പറയരുത് കേട്ടോ. ദാറ്റ് ഈസ് കൺഫേമിറ്റി. ഇനി എന്താ വിചാരിക്കാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ യെസ് പറയരുത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് തന്നെ പറയും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്സ് ഓഫ് കൺഫർമിറ്റിയിലോട്ട് പോവാം. ടൈപ്സ് ഓഫ് കൺഫർമിറ്റി, 2 ടൈപ്പ് ഓഫ് കൺഫർമിറ്റി ഉണ്ട്. നോമേറ്റീവ് കൺഫർമിറ്റി ഉണ്ട്, ഇൻഫോർമേഷണൽ കൺഫർമിറ്റി ഉണ്ട്. സിമ്പിൾ ആണ്. നോമേറ്റീവ് കൺഫർമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോൾവ്സ് ചേഞ്ചിങ് വൺസ് ബിഹേവിയർ ഇൻ ഓർഡർ ടു ഫിറ്റ് ഇൻ വിത്ത് വൺ ഗ്രൂപ്പ്. അതെന്താണ് സിമ്പിൾ ആയിട്ടുള്ളത് അല്ലെ, നമ്മൾ കൺഫർമിറ്റി എന്താന്നുള്ളത് പഠിച്ചു. നമ്മുടെ ബിഹേവിയർ ഗ്രൂപ്പുമായിട്ട് ഫിറ്റ് ഇൻ ആവാൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യാം. ഇൻഫോർമേഷണൽ കൺഫർമിറ്റി എന്താണ്, happens when a person lacks knowledge and looks to the group for information and direction. അപ്പൊ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ കൺഫർമിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് അധികം നോളേജ് ഇല്ല, അപ്പൊ ഒരു ഇൻഫോർമേഷനും ഡയറക്ഷനും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഗ്രൂപ്പുമായിട്ട് കൺഫർമിറ്റി കാണിക്കുക. അതിനെയാണ് ഇൻഫോർമേഷണൽ കൺഫർമിറ്റി എന്ന് പറയാം. നോമേറ്റീവ് കൺഫർമിറ്റി നമുക്കറിയാം, നോർമൽ നമ്മൾ കൺഫർമിറ്റി എന്ന് പറയണ പോലെ തന്നെ നമ്മുടെ ആ ഗ്രൂപ്പിൽ ഫിറ്റ് ഇൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാം. പക്ഷെ എനിക്കൊരു നോളേജും ഇല്ല, എനിക്ക് ഇതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരാണ് കുറച്ചും കൂടെ എക്സ്പേർട്ട് ഇതിൽ. ഓക്കെ, അപ്പൊ ആ ഒരു എക്സ്പേർട്സ് ഇപ്പൊ AI ഒരു സംഭവം നടക്കാന്ന് വിചാരിക്കും, AI റിലേറ്റഡ് ആയിട്ട് ഒരു ക്ലാസ് നടക്കാന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് AI പോയിട്ട് എനിക്ക് കമ്പ്യൂട്ടർ ഓണാക്കാൻ പോലും അറിയാത്തൊരു മനുഷ്യനാണ് ഞാൻ എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ പോയിട്ടിരുന്നാല് എനിക്ക് അവരുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, അവരുടെ ഇൻഫർമേഷനും അവരുടെ ഡയറക്ഷനും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, അവർ പറയണതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അവരുമായിട്ട് ഫിറ്റ് ഇൻ ചെയ്തിരിക്കും.
ഇൻഫർമേഷന് വേണ്ടിയിട്ട്. സോ അതിനെയാണ് ഇൻഫർമേഷണൽ കൺഫർമിറ്റി എന്ന് പറയുന്നത്. സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരാളാണ് ഹാനി ബാങ്ക്സ് ഓർ സിംബാഡോ. സിംബാഡോനെയാണ് കാര്യമായിട്ട് ഇതിൽ പറയില്ലേ, ഹാനി ബാങ്ക്സ് ഒന്നും കാര്യമായിട്ട് പറയാറില്ല കേട്ടോ. പക്ഷെ സിംബാഡോന്റെ പ്രിസൺ സ്റ്റഡി എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പൊ സിംബാഡോ ഹൈഫൺ പ്രിസൺ സ്റ്റഡി, ഈ 3 പേര് എഴുതിക്കോ. ഹാനി ബാങ്ക്സ് ആൻഡ് സിംബാഡോ. സിംബാഡോനെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക്, കാരണം സിംബാഡോ ആണ് കൂടുതൽ പേപ്പേഴ്സിലും നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രിസൺ സ്റ്റഡി, പ്രിസൺ എന്ന് പറയുന്നത് എന്താ? ജയിൽ അല്ലേ, ജയിൽ അല്ലെങ്കിൽ ഒരു തടവിലാക്കിയ ഒരു സ്ഥലം, പ്രിസൺ സ്റ്റഡി. അദ്ദേഹം പ്രിസണേഴ്സിലാണ് സ്റ്റഡി നടത്തിയിട്ടുണ്ടായത്. ഓക്കെ, സിംബാഡോന്റെ പ്രിസണർ സ്റ്റഡി എന്താ നോക്കിയാലോ. ദ സ്റ്റഡി ഷോഡ് ദാറ്റ് conformity to social rules occurred as a part of the social interaction. As both groups displayed more negative emotions and hostility and dehumanization became apparent. Prisoners became passive, whilst the god assumed an active, brutal, and dominant role. Although normative and informational social influence had a role to play here, de-individualized the loss of a sense of identity seemed most likely to lead to conformity. ഒന്ന് മനസ്സിലായില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. ഇത്രേ ഉള്ളൂ സിംബാഡോന്റെ പ്രിസൺ സ്റ്റഡി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ഈ പ്രിസണേഴ്സിന്റെ ഗോഡ്സ് ഉണ്ടായിരിക്കില്ലേ, ഗോഡ്സിനോട് എന്ത് പറഞ്ഞു, നിങ്ങള് അവരോട് ഭയങ്കര ഡൊമിനന്റ് ആയിരിക്കണം, ഭയങ്കര ബ്രൂച്ചൽ ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ ഈ ഗോഡ്സിന് അത് തെറ്റാണ് എന്ന് അറിഞ്ഞെങ്കിൽ പോലും അവരെന്ത് ചെയ്യാണ്, കൺഫേം അല്ലെങ്കിൽ ഒബീഡിയൻസ് കാണിക്കുകയാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അങ്ങനെ ഒരു സംഭവം ഞാൻ ഇതിന്റെ കറക്റ്റ് എക്സ്പെരിമെന്റ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. സിംബാഡോന്റെ പ്രിസൺ സ്റ്റഡി. അതായത് ഇത്രേ ഉള്ളൂ, നമ്മള് ഗോഡ്സിനെ അറിയാം ഇവരെത്ര ബ്രൂട്ടലി ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇവരെ എന്താ പറയാ പീഡിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത് ആർക്കറിയാം. അല്ലെങ്കിൽ അവർക്ക് അവരുടെ മൊറാലിറ്റിക്ക് എതിരെയാണ്, ഗോഡ്സിന്റെ മൊറാലിറ്റിക്ക് എതിരെയാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യാണ്, ഈ പാർട്ടിസിപ്പൻസിനെ അബ്യൂസ് ചെയ്യാണ്. ഓക്കെ, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്, ഒരു കൺഫർമിറ്റി കാണിക്കണം. അതായത് നമുക്ക് ഇങ്ങനെ ഒരു അതോറിറ്റി നമ്മളോട് ഇത് പറഞ്ഞിട്ടുണ്ട്, സോ നമ്മൾ അങ്ങനെ കാണിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ അവരോട് കൺഫർമിറ്റി കാണിക്കാൻ. അതാണ് സിംബാഡോന്റെ എക്സ്പെരിമെന്റ്. സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ് എന്നാണ് കേട്ടോ പറയാ. സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ്. അത് എവിടെയെങ്കിലും ഞാൻ എഴുതി തരണോ? ഞാൻ കമന്റ് ബോക്സിൽ ഇടാം. സ്റ്റാൻഫോർഡ് എഴുതിക്കോ. Stanford Prison Experiment. Prison Experiment. ഹൈഫൺ ഇട്ടിട്ട് ആരെയാ നമ്മൾ എഴുതുക? ഡോക്ടർ ഫിലിപ്പ് ജി സിംബാഡോ. ഫിലിപ്പ് സിംബാഡോ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അവിടെ ഫുൾ നെയിം അതാണ്, ഫിലിപ്പ് സിംബാഡോ. അപ്പൊ സിംബാഡോ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അത് കൺഫർമിറ്റി ആണ്. കൺഫർമിറ്റി ആണ്. അതുപോലെ തന്നെ പ്രിസൺ എക്സ്പെരിമെന്റ്. പ്രിസൺ എക്സ്പെരിമെന്റ് ആരുടെയും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ആരെ കറക്കി കുത്തണം? സിംബാഡോനെ കറക്കി കുത്തണം. ക്ലിയർ ആണോ? സിംബാഡോന്റെ പ്രിസൺ എക്സ്പെരിമെന്റ് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. അവരുടെ മൊറാലിറ്റിക്ക് എതിരെ ആയിട്ട് തന്നെ ഗോഡ്സിന് നിൽക്കേണ്ടി വരികയാണ്, ആ ഒരു സോഷ്യൽ കൺഫർമിറ്റി ഒരു ഇത് കാരണം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യാം. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് കൺഫർമിറ്റി. ഓക്കെ, ഇനി എന്താണ് കൺഫർമിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ളത്? നമുക്കറിയാം, നമ്മൾ ഫിറ്റ് ഇൻ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കൺഫർമിറ്റി കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് കൺഫർമിറ്റി എന്ന് പറയാനുള്ളത് നമുക്കറിയാം. എങ്കിലും ഇങ്ങനെ ഫിറ്റ് ഇൻ ചെയ്തിരിക്കാനുള്ള ഒരു റീസൺ എന്താ, അല്ലെങ്കിൽ അതിനങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്? ഒന്നാമത് ഗ്രൂപ്പ് സൈസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗ്രൂപ്പ് സൈസ് നമുക്ക് തന്നെ അറിയാം. നമ്മളൊരു കുഞ്ഞു ഗ്രൂപ്പാണ്, കുറെ വലിയ ഗ്രൂപ്പ് ഉണ്ട്. ചെറിയ ഗ്രൂപ്പ് ആണെങ്കിൽ ഇപ്പൊ നമ്മളൊരു 3-4 പേരുള്ള അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ കൺഫർമിറ്റി കാണിക്കണം എന്നില്ല. കാരണം എന്താ, നമുക്ക് നമ്മുടെ ഇതുകളൊക്കെ പറയാൻ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഒരു മെജോറിറ്റി ആൾക്കാരും അതാണ് പറയണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതുമായിട്ട് കൺഫർമിറ്റി കാണിക്കും അല്ലെ.
അതായത് ഇപ്പൊ ഒരു 3-4 പേരടങ്ങുന്ന ഗ്രൂപ്പിൽ 2 പേര് ഒരു അഭിപ്രായം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു 3 പേര് ഒരു അഭിപ്രായം പറഞ്ഞാലും നമുക്ക് വലിയ നമ്മുടെ അഭിപ്രായം പറയാൻ നമുക്ക് വലിയ പ്രശ്നം തോന്നൂല. ഇപ്പോ 3 പേര് പറയാണ് ഇപ്പൊ ഈ സമയം പകലാണ് എന്ന് പറയാം. അപ്പൊ നമ്മൾ പറയാണ് അല്ല ഇന്ന് രാത്രിയാ. അപ്പൊ 3 പേര് പറഞ്ഞതുകൊണ്ട് നമുക്ക് എതിർക്കിടിന് കുഴപ്പമൊന്നും നമുക്ക് വല്ലാണ്ട് തോന്നില്ല. പക്ഷെ ഞാനും ഒരു 50 പേരുമാണ്, 50 പേരും പറയാണ് ഈ സമയം പകലാണ്. അപ്പൊ എനിക്ക് ചെറിയൊരു സോഷ്യൽ കൺഫർമിറ്റി വരും, കാരണം അവിടെ ഗ്രൂപ്പ് സൈസ് കൂടി. അപ്പൊ ഞാൻ തന്നെ ചിന്തിച്ചു തുടങ്ങും, 50 പേര് രാത്രിയാന്നാണല്ലോ പറയണേ, ശരി പകലിനാണല്ലോ പറയണേ, അപ്പൊ ഇപ്പൊ പകൽ തന്നെ ആയിരിക്കാം എന്ന് നമുക്കൊരു തോട്ട് വരും. അപ്പൊ ഗ്രൂപ്പ് സൈസ് ഇതിന് വലിയൊരു ഫാക്ടറാണ്, കൺഫർമിറ്റിക്ക് വലിയൊരു ഫാക്ടറാണ്. ഗ്രൂപ്പ് സൈസ് കൂടുന്തോറും നമ്മുടെ കൺഫർമിറ്റി കൂടാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ? ഇതിന് വരുന്നത് എന്താണ്? ഗ്രൂപ്പ് കൊഹിഷൻ മേ ലീഡ് ടു ഗ്രൂപ്പ് തിങ്. ഗ്രൂപ്പ് കൊഹിഷൻ എന്ന് പറഞ്ഞാൽ കണക്ഷൻ ആണ്, മറ്റേ എന്തായാലും സൈസ് ആണ് കേട്ടോ. അവിടെ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഗ്രൂപ്പ് കൊഹിഷൻ എന്ന് പറയുമ്പോൾ ഒരു കണക്ഷൻ വരികയാണ്. ഓക്കെ, അപ്പൊ കണക്ഷൻ വരുമ്പോ അവിടെ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും? നമ്മൾ കുറച്ചും കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാവുമ്പോൾ ആ ഒരു കണക്ഷന് വേണ്ടിയിട്ടും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും കണക്ട് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഗ്രൂപ്പായിട്ട് കൺഫർമിറ്റി കാണിക്കും. ക്ലിയർ? ഇനിയുള്ളതാണ് എന്ത്? സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. വാട്ട് ഈസ് സോഷ്യൽ സപ്പോർട്ട്? ഓക്കെ, സോഷ്യൽ സപ്പോർട്ട് പിന്നെ നമുക്ക് അറിയാം, ഒരു സോഷ്യൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സോഷ്യൽ കൺഫർമിറ്റി കാണിക്കുക എന്നുള്ളത് അല്ലെ. നമ്മൾ എതിർപ്പൊന്നും പറയാതിരിക്കുക, കാരണം നമ്മൾ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ടും കിട്ടത്തില്ല എന്ന് അറിയുന്നതുകൊണ്ട് നമ്മൾ സോഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അതാണ് സോഷ്യൽ സപ്പോർട്ട് എന്നുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ? പിന്നെ നമ്മൾ വരികയാണെങ്കിൽ യുനാനിമിറ്റി അല്ലെങ്കിൽ ഓഫ് മെജോറിറ്റി. ഓക്കെ, അതായത് ഒരു മെജോറിറ്റി ആൾക്കാരും എന്ത് ചെയ്യാണ്? ഒരുപോലത്തെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും മക്കളെ? പറയൂ. നമ്മൾ സോഷ്യൽ കൺഫോമിറ്റിയിലോട്ട് പോകും. ഓക്കെ, ദെൻ ടാസ്ക് ഡിഫിക്കൽട്ടി. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കുറച്ച് ആംബിഗസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്തിലോട്ട് പോകുന്നു അതന്നെ നമ്മളും പോകും. അങ്ങനെയാണ്. അപ്പൊ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഗ്രൂപ്പ് സൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ചെറിയ സൈസ് ആകുമ്പോൾ കൺഫർമിറ്റി അവിടെ കുറയും. പക്ഷെ നേരെ മറിച്ച് ഒരുപാട് ആൾക്കാരുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഭയങ്കര വലിയൊരു ഇമ്പാക്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. സോ നമ്മൾ അതിലോട്ട് സോഷ്യൽ കൺഫർമിറ്റി കാണിക്കും. ദെൻ ഗ്രൂപ്പ് കൊഹിഷൻ എന്ന് പറയുമ്പോൾ ഒരു ബോണ്ട് അല്ലെങ്കിൽ കണക്ഷൻ ആണ്. ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു കണക്ഷൻ കാരണം നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു ഗ്രൂപ്പിലേക്ക് ഫിറ്റ് ഇൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഈ എക്സസീവ് ആയിട്ടുള്ള കൊഹിഷൻ, അതായത് ഈ ഭയങ്കരമായിട്ടുള്ള ഈ കണക്ഷൻ എന്തിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? ഗ്രൂപ്പ് തിങ്കിലോട്ട് ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ദ ഡിസയർ ഫോർ അഗ്രിമെന്റ് ഓവർറൈഡ്സ് എ റിയലിസ്റ്റിക് അപ്രൈസൽ ഓഫ് ആൾട്ടർനേറ്റീവ് ഓർ ക്രിറ്റിസിസം. അതായത് നമ്മൾ ആ ഗ്രൂപ്പിന്റെ അതുപോലെ തന്നെ തിങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ തുടങ്ങും. ആ ഒരു കണക്ഷൻ കാരണം എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മൾ ആ ഗ്രൂപ്പിന്റെ അതുപോലെ തന്നെ തിങ്ക് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഗ്രൂപ്പ് തിങ്കിങ് അവിടെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്? സോഷ്യൽ സപ്പോർട്ട് ആണ് അല്ലെ. സോഷ്യൽ സപ്പോർട്ട് എന്താണ്? When at least one other person in the group shares or supports an individual's dissenting view, conformity is less likely. അതായത് നമുക്കൊരു മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് കിട്ടാണ്. Where the presence of supporter provides social reinforcement, then it reduces the pressure to conform. അപ്പോ സോഷ്യൽ സപ്പോർട്ട് കിട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൺഫർമിറ്റിയിലോട്ട് പോവാനും അല്ലെങ്കിൽ കൺഫർമിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ if one person disagrees with majority opinion, it becomes easier for others to also express their dissenting views. അതായത് ഇത്രയും വലിയൊരു ക്രൗഡിനോട് ഒരാള് ഡിസഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും കൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും അല്ലെ. ഒരാള് ഡിസഗ്രി ചെയ്തു, സോ എനിക്കും ഡിസഗ്രി ചെയ്യാം എന്നുള്ളൊരു ഇതിലോട്ട് വരും. അപ്പൊ അതാണ് സോഷ്യൽ കൺഫർമിറ്റി. ഇനി എല്ലാവരും അതുപോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും അതുപോലെ നിൽക്കും. അപ്പൊ സോഷ്യൽ സപ്പോർട്ട് ഇതിനൊരു ഭയങ്കര ഒരു ഘടകമാണ്. കൺഫർമിറ്റിന് ഭയങ്കര ഒരു ഘടകമാണ്. നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും, അതിനോട് ചേഞ്ച് ആവാണ്ട് നമ്മുടെ ബിഹേവിയർ ഒന്നും മാറ്റാതെ നമ്മൾ നമ്മുടെ രീതിയിൽ പോകും. നേരെ മറിച്ച് സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ സോഷ്യൽ കൺഫർമിറ്റിയിലേക്ക് പോവാം. ഓക്കെ, ദെൻ യുനാനിമിറ്റി ഓഫ് മെജോറിറ്റി. അപ്പൊ അതായത് മെജോറിറ്റി ആൾക്കാരും എന്താ പറയാ, അവരുടെ ഡിസിഷനുമായിട്ട് ഒരു യൂണിഫോമിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും?
അതായത് ഇത്രേ ഉള്ളൂ. ഒരു അവര് ആ ഒരു മെജോറിറ്റിയും ഒരു ആംബിഗസ് ആയിട്ടുള്ള ഒരു ഇതിലാണ് നടക്കണേന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വരാ, നമ്മള് സോഷ്യൽ കൺഫർമിറ്റി കുറയും അല്ലെ. എല്ലാരും ഒരുപോലെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സോഷ്യൽ കൺഫർമിറ്റിയിലോട്ട് പോവാം. ഓക്കെ. ദെൻ ടാസ്ക് ഡിഫിക്കൽട്ടി ഞാൻ പറഞ്ഞു. എന്താണ് ഡിഫിക്കൽട്ട് ടാസ്ക് ആവുമ്പോൾ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആവുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു, അതിലോട്ട് കൂടെ നമ്മൾ പോകും. നമ്മളായിട്ട് ഒരു വഴി കണ്ടെത്തില്ല. ഇപ്പൊ എല്ലാരും ഒരു ഭയങ്കര ഒരു റൂട്ട്, നമുക്കൊരു നിധി കണ്ടെത്താൻ പോണെന്ന് വിചാരിക്കും. അവിടെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു റോഡാണ്, അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, നമുക്ക് വഴി കണ്ടുപിടിക്കാൻ നമുക്ക് അറിയില്ല. അപ്പൊ എല്ലാരും ഏത് വഴി കൂടെ പോണു, നമ്മളും ആ വഴി കൂടെ പോകും. ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള വഴി അപ്പുറത്തുണ്ടാവും, പക്ഷെ നമുക്കൊരു പേടിയായിരിക്കും, ചിലപ്പോൾ ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടായാലോ. അതുകൊണ്ട് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാരും എന്ത് ചെയ്യും, എല്ലാരും പോണ വഴി കൂടെ പോകും. ഓക്കെ. അപ്പൊ അതാണ് സോഷ്യൽ കൺഫർമിറ്റീനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും? ഡൗട്ട് ഇല്ലാന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് ഒബീഡിയൻസിലോട്ട് പോവാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? കൺഫർമിറ്റി അല്ലെ. ഇനിയാണ് ഒബീഡിയൻസ്. ഓക്കെ. Many social influences are hidden and subtly employed. For example, conformity generally refers to complying with an implicit norm. Obedience is different from other types of influences because it is overt and easily recognized as an exercise of power. അപ്പോൾ കൺഫർമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നമ്മൾ പോലും അറിയാണ്ടാവും നമ്മൾ ചിലപ്പോ ആ ഒരു ഇതിനോട് എന്ത് ചെയ്യണത്, ആ ഒരു നമ്മുടെ ബിഹേവിയർ ഒക്കെ ചേഞ്ച് ചെയ്യണത് അല്ലെ. നമ്മൾ പോലും അറിയാണ്ട് ആ ഗ്രൂപ്പിനോട് ഫിറ്റിൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ചെയ്യണ കാര്യമായിരിക്കാം. പക്ഷെ ഒബീഡിയൻസിലോട്ട് വരുമ്പോൾ അത് ഒബ്സർവബിൾ ആണ്, ഓവേർട്ട് ആൻഡ് ഈസിലി റെക്കഗ്നൈസ്ഡ് ആണ്. നമുക്ക് കാണാൻ പറ്റും അയാളുടെ ഒതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പവർ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അതിനെ നമ്മൾ ഡിസഗ്രി ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കതിനെ ഒബേ ചെയ്തേ പറ്റുള്ളൂ അല്ലെ. ഓക്കെ. So if the order would cause serious health risk, then there is a chance for disobedience. അപ്പം ഈ ഓർഡർ ചെയ്യണതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഹെൽത്ത് റിസ്ക് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു റിസ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കാണാനുള്ള ചാൻസ് ഉണ്ട്? ഡിസോബീഡിയൻസ് കാണാനുള്ള ചാൻസ് ഉണ്ട്. എത്ര ഒതോറിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഇത്ര വലിയൊരു ഒതോറിറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു റിസ്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? അതിനെ ഒബേ ചെയ്യാതിരിക്കാൻ തുടങ്ങും. അപ്പൊ അവിടെ ഒരു ഡിസൊബീഡിയൻസിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. ഒബീഡിയൻസ് ഈസ് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് അതോറിറ്റീസ് ഹാവ് ദ റൈറ്റ് ടു മേക്ക് റിക്വസ്റ്റ്. അപ്പൊ ഒബീഡിയൻസ് എന്തുകൊണ്ടാണ് നടക്കുന്നത്? നമുക്കൊരു വിശ്വാസം ഉണ്ട്, അതോറിറ്റിക്ക് അവകാശമുണ്ട്, നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ള, നമ്മളോട് കമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്, അവകാശം അവർക്കുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവിടെ ഒബീഡിയൻസ് നടക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ നമ്മളവിടെ പോയി ചോദിക്കില്ലേ, താൻ ആരെന്ത് പറയാൻ, നീ പറയണത് കേൾക്കാൻ എനിക്ക് സൗകര്യം ഇല്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ അങ്ങനെ ചോദിക്കുക, നമ്മളെക്കാൾ വലിയൊരു അതോറിറ്റിനോട് നമ്മൾ ചോദിക്കുക ഇല്ല. കാരണം നമുക്കറിയാം നമ്മളെക്കാൾ വലിയ അതോറിറ്റിക്ക് നമ്മളോട് കമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അവകാശം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എത്ര ഡിസഗ്രി ചെയ്യുന്ന കാര്യമാണെങ്കിലും നമ്മൾ തിരിച്ചു ചോദിക്കാൻ പോലെ നമ്മൾ അത് ഒബേ ചെയ്യും. ഓക്കെ. സോ ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ കേട്ടോ. മിൽഗ്രാമിന്റെ ഷോക്ക് എക്സ്പെരിമെന്റ് നോക്കാം ഇനി. അപ്പോ ഒബീഡിയൻസിലുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് മിൽഗ്രാമിന്റെ ഷോക്ക് എക്സ്പെരിമെന്റ്. ഒന്ന് ഹൈഫൺ ഇട്ടിട്ട് എഴുതിക്കോ, മിൽഗ്രാമിന്റെ ഷോക്ക് എക്സ്പെരിമെന്റ്. നമ്മൾ ഒരു 3-4-5 എക്സ്പെരിമെന്റ്സ് പഠിച്ചു അല്ലെ. അതൊക്കെ നിങ്ങൾ ഹൈഫൺ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇതും കൂടെ ആഡ് ചെയ്തോ, മിൽഗ്രാം ഷോക്ക് എക്സ്പെരിമെന്റ്. ഓക്കെ. അപ്പോ മിൽഗ്രാമിന്റെ ഷോക്ക് എക്സ്പെരിമെന്റ്സ് എന്താ നോക്കിയാലോ. It seems that obedience is most likely to occur in an unfamiliar environment and in the presence of authority figure, especially when covert pressure is put upon people to obey. It is also possible that it occurs because the participant felt that someone other than themselves was responsible for their actions. എന്താ നോക്കിയാലോ. ഓക്കെ. സോ ഇത്രയാണ് നടക്കുന്നത്. അതായത് ഇവിടെ എന്താ നടക്കണെന്ന് വെച്ച് കഴിഞ്ഞാല്,
നമ്മൾ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ആക്ഷൻസിന് മറ്റൊരാൾ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, themselves was someone other than themselves was responsible for their action. നമ്മളെ ആക്ഷൻസിന് മറ്റുള്ളവർ റെസ്പോൺസിബിൾ ആണ് എന്നുള്ള രീതിയിൽ പോലും നമ്മൾ ആക്ട് ചെയ്യാൻ തുടങ്ങണം. നമുക്ക് ഒരു എക്സ്പെരിമെന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതെ, നോക്കി നോക്കൂ, മിൽഗ്രാംസ് ഒബീഡിയൻസ് എക്സ്പെരിമെന്റ് സെറ്റപ്പ്. ഇപ്പൊ നോക്കി നോക്കൂ, ഇവിടെ ഒരാള് കാണുന്നുണ്ടോ? ഇവിടെ ഒരാളെ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് അതോറിറ്റി. ഇവിടെ ഈ ചെയറിൽ ഇരിക്കുന്ന ആളാണ് അതോറിറ്റി. ഈ അതോറിറ്റി പറയണത് ആര് ഒബേ ചെയ്യണം? ഇയാൾ ഒബേ ചെയ്യണം. എന്നിട്ട് ഇവിടെ ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഷോക്ക് കൊടുക്കണം. പ്ലീസ് കണ്ടിന്യൂ ഗീവ് ദ ഷോക്ക്. ഈ അതോറിറ്റി ഇങ്ങനെ പറയണ ഷോക്ക് കൊടുക്ക്. അപ്പൊ ഇയാൾ ഇവിടെ കിടന്നിട്ട് അയ്യോ എന്നൊക്കെ പറയണുണ്ടെങ്കിൽ പോലും ഇയാൾക്ക് തന്നെ തോന്നുന്നുണ്ടല്ലേ, കൊടുക്കാം, പക്ഷേ കൊടുക്കാം എന്ന് പറയണം. പക്ഷെ ഇയാൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇയാൾ ഈ സൗണ്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ഇയാൾ ഇവിടെ കിടന്നിട്ട് അയ്യോ അമ്മ എന്നൊക്കെ പറയണ സൗണ്ട് ഇയാൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇയാളുടെ ഉള്ളിൽ ഞാൻ കൊടുക്കണോ? പക്ഷെ ഇവിടുന്ന് എന്ത് ചെയ്യാണ്? കമാൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് മിൽഗ്രാം എന്ത് ചെയ്തത്? എക്സ്പെരിമെന്റ് നടത്തി, ഒരു എക്സ്പെരിമെന്റ് സെറ്റപ്പ് നടത്തി. ഒരു അതോറിറ്റിനെ വെച്ചിട്ട് ഇയാൾക്ക് ഷോക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇയാൾ ഇവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നത് ഇയാൾക്ക് അത്രക്ക് പിടിക്കണില്ലെങ്കിൽ പോലും ഇവിടുന്ന് ഒബേ ചെയ്യണു എന്നുള്ളത് കൊണ്ട് മാത്രം ഇയാൾ എന്ത് ചെയ്യാണ്? ഷോക്കിന്റെ ഇത് കൂട്ടി വന്നു. നോക്കി നോക്കൂ, സ്റ്റഡീസ് ദ ഫിനോമിനൻ ഓഫ് ഒബീഡിയൻസ് ടു ആൻ അതോറിറ്റി ഫിഗർ. ടോൾഡ് പാർട്ടിസിപ്പൻസ് ദ സ്റ്റഡി വാസ് ടു മെഷർ ദ എഫക്ട്സ് ഓഫ് പണിഷ്മെന്റ് ഓൺ ലേണിംഗ്. Participants were misled about the severity of punishment of the shock administered were not real. അപ്പോ ഈ ഷോക്ക് കൊടുക്കുന്നത് ആക്ച്വലി റിയൽ അല്ല കേട്ടോ. അയാളോട് വെറുതെ അപ്പുറത്ത് കിടന്ന് സൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റേ ആൾ തട്ടിപ്പോവില്ലേ? അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ കൂട്ടും തോറും ഇവിടെ കിടന്ന് ഇയാൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. കാരണം ഇയാൾ ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ. പക്ഷെ ഇയാള് പറഞ്ഞതുകൊണ്ട് തന്നെ 65% of participant administrated shocks up to 450 volts. നോക്കി നോക്കൂ, 450 വോൾട്ട് വരെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ഒബേ ചെയ്യണത് കൊണ്ട്, അതായത് അവിടുന്ന് കമാൻഡ് ചെയ്യണത് കൊണ്ട് കൂട്ടി വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, വാസ് ദ സ്റ്റഡി എത്തിക്കൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ അതാണ് മിൽഗ്രാമിന്റെ ഷോക്ക് എക്സ്പെരിമെന്റ്. ക്ലിയർ? മിൽഗ്രാമിന്റെ ഷോക്ക് എക്സ്പെരിമെന്റ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒബേ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലായി, അപ്പുറത്തെ അയാൾ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഇയാൾ കമാൻഡ് ചെയ്യണതുകൊണ്ട് മാത്രം ഇയാൾ ഒബേ ചെയ്തു എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി. ക്ലിയർ? സംശയം ആർക്കെങ്കിലും? ഓക്കെ, സോ വൈ കൺഫേം? ഓക്കെ, ക്ലിയർ. ഇനി വൈ കൺഫേം? Experiments reveal 2 reasons people confirm. Normative influence ഉം informational influence നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? Normative informational conformity എന്നൊക്കെ. Normative influence results from a person's desire for acceptance. We want to be liked. The tendency to conform more when responding publicly reflects normative influence. എന്നാൽ informational influence results from others providing evidence about reality. The tendency to conform more on difficult decision making tasks. We want to be right. അതായത് നോമേറ്റീവ് ഇൻഫ്ലുവൻസിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, നമുക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഡിസയർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ നോമേറ്റീവ് ഇൻഫ്ലുവൻസ് നടക്കുന്നത്. ദ ടെൻഡൻസി ടു കൺഫേം മോർ വെൻ റെസ്പോണ്ടിങ് പബ്ലിക്ലി റിഫ്ലെക്ട്സ് നോമേറ്റീവ് ഇൻഫ്ലുവൻസ്. അതായത് നോമേറ്റീവ് ഇൻഫ്ലുവൻസിൽ നമുക്കൊരു ഡിസയറും കൂടി ഉണ്ട്, നമ്മൾ അവിടെ കൺഫേം ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു ഇൻഫ്ലുവൻസും കൂടെ ഉണ്ട്. പക്ഷെ ഇൻഫോർമേഷണൽ ഇൻഫ്ലുവൻസിലോട്ട് വരികയാണെങ്കിൽ ഒന്ന് നോക്കി നോക്കൂ, അവിടെ ഡിഫിക്കൽട്ട് ആയിട്ട് ഡിസിഷൻ മേക്കിങ്ങിൽ ഡിഫിക്കൽട്ടി വന്നതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്? വി വാണ്ട് ടു ബി റൈറ്റ്, നമുക്ക് ശരിയാവണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അവര് കൺഫേമിറ്റിയിലോട്ട് പോവാണ്. അതിനാണ് ഇൻഫർമേഷണൽ ഇൻഫ്ലുവൻസ് പറയുന്നത്. കൂടുതൽ ഡൗട്ട് അടിക്കണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെ കേട്ടോ. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായില്ലേ, നോമേറ്റീവ് കൺഫർമിറ്റി, ഇൻഫർമേഷണൽ കൺഫർമിറ്റി, അതിന്റെ ഒരു സെയിം സാധനം തന്നെയാണ് കേട്ടോ അത്. സോ അത് നോക്കണ്ട. ക്ലിയർ? ഇനിയുള്ളത് പിയർ പ്രഷർ ആണ്. പിയർ പ്രഷർ എന്താന്ന് പറഞ്ഞ നിങ്ങൾക്ക് അറിയണ കാര്യം. പിയർ പ്രഷർ എന്താ? നമ്മളൊക്കെ പിയർ പ്രഷർ വൺസ് ഇൻ എ ലൈഫ് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അനുഭവിക്കുക മീൻസ് നമ്മൾ പോലും അറിയാണ്ട് അല്ലേ? എന്തായിരിക്കും പിയർ പ്രഷർ?
It is a direct influence on people by peers or the effect on individual who gets encouraged to follow their peers by changing their attitude. അപ്പൊ നമ്മൾ എൻകറേജ്ഡ് ആവുകയാണ്. എന്റെ ഫ്രണ്ട് അങ്ങനെ വന്നതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യുന്നു. എന്റെ ഫ്രണ്ട് അങ്ങനെയാണ്, അവളുടെ ആറ്റിറ്റ്യൂഡ്, അവളുടെ വാല്യൂസ്, അവളുടെ ബിഹേവിയർ അതൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ഞാനും ആ ഒരു ഇതിലോട്ട് പോവാണ്, അല്ലെങ്കിൽ ഞാൻ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പോവാണ് അല്ലെ. ടു ദോസ് ഓഫ് ദ ഇൻഫ്ലുവൻസിങ് ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽ ദിസ് ക്യാൻ റിസൾട്ട് ഇൻ എയ്തർ എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എഫക്ട് ഓർ ബോത്ത്. അപ്പൊ നോക്കിയൊക്കെ പിയർ പ്രഷർ രണ്ടും ഉണ്ടാക്കാം. നെഗറ്റീവ് ആയിട്ടുള്ള എഫക്ട് ഉണ്ടാക്കാം, പോസിറ്റീവ് ആയിട്ടുള്ള എഫക്ട് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ആളെ ചൂസ് ചെയ്യുന്നത് പറയാനുള്ള റീസൺ എന്താ? കാരണം നമ്മൾ അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ വാല്യൂ, അവരുടെ ബിലീഫ് ആയിട്ട് നമ്മൾ ഓൾറെഡി കൺഫേംഡ് ആയിട്ട് പോകും. ഓക്കെ, നമ്മുടെ കൺഫേമിറ്റി സംഭവിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ, പിയർ പ്രഷർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ കേട്ടോ സോഷ്യൽ പ്രഷറും. സൊസൈറ്റിയിൽ എന്ത് നടക്കുന്നു അതുമായിട്ട് നമ്മൾ ഫോളോ ചെയ്യാനുള്ള ടെൻഡൻസി നമ്മളത് കൂടി വരും, ആ സൊസൈറ്റിയിൽ ഫിറ്റിനായി പോകാൻ. അത് തന്നെയാണ് പിയർ പ്രഷറും സോഷ്യൽ പ്രഷറും ഒക്കെ. നിങ്ങൾക്ക് അറിയാം. എഗെയിൻ കംപ്ലയൻസ് ഒക്കെ വന്നു. നമുക്ക് ഇനി അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും കംപ്ലയൻസും കൺഫർമിറ്റി, ഒബീഡിയൻസ്, ഇതൊക്കെ നമ്മൾ കുറെ കേട്ടു അല്ലേ. അപ്പൊ അത്രയാണ് സോഷ്യൽ ഇൻഫ്ലുവൻസിൽ പറയുന്നത് കേട്ടോ. ഇനി നോക്കി നോക്കൂ, ദ അണ്ടർലൈൻ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഫോളോയിങ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കംപ്ലയൻസ്. കംപ്ലയൻസിന്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. Lowball procedure, scarcity, reciprocity, social validation, social proof, authority. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. Then, okay. Before that, എന്താണ് foot in the door technique അറിയോ? Foot in the door technique ഉം door in the face technique ഒക്കെ എന്താണെന്ന് അറിയോ? കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നോ മാം. ഓക്കെ. അതാണോ ഇതിപ്പോ പറഞ്ഞതാ? ഓക്കെ, സോ നമുക്ക് അതെന്താ നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കടന്നു വരാം. സോ ഞാൻ ആദ്യം ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്കും ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്കും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് ഇത്രേ ഉള്ളൂ. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ കാര്യമാണ് അല്ലേ. ഡോറിനെ സംബന്ധിച്ചിടത്തോളം ഫൂട്ട് എന്താണ്? ചെറുതാണ് അല്ലേ? ആണോ അല്ലയോ? ആണോ അല്ലയോ എന്നെങ്കിലും പറ. യെസ്, അതെ. അപ്പൊ ഫൂട്ട് എന്ന് പറഞ്ഞാൽ കാല്, ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതില്. അപ്പൊ അതൊന്നും വലിയ ബന്ധമില്ല കേട്ടോ. നമ്മൾ ആ ഒരു വലിപ്പം നോക്കിയാൽ മതി. ഫൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാണ്, ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലുതാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞു തരാനുള്ള ഒരു റീസണും കൂടെ ഉണ്ട്. അതെന്താ നോക്കാം. അപ്പോ നമ്മള് ഒരു കടയിൽ പോവാണ്, അല്ലെങ്കിൽ അതായത് ഞാന് ഒരാളോട് ചോദിക്കുകയാണ്, വിൽ യു ഹെൽപ് മീ ഷോപ്പ് എ കേക്ക് ഇൻഗ്രീഡിയൻസ്. നിങ്ങൾ എന്ത് ചെയ്യോ, എനിക്ക് ഒരു കേക്ക് ഇൻഗ്രീഡിയൻസ് വാങ്ങാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യോ ചോദിക്കുകയാണ് കേട്ടോ. കേക്ക് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ എന്നെ ഹെൽപ്പ് ചെയ്യോ ചോദിക്കുകയാണ്. അത് ആക്ച്വലി ചെറിയ കാര്യമാണ് അല്ലേ. കേക്ക് ഉണ്ടാക്കി തരുമോ എന്നുള്ളതിലും വലുതല്ലേ നമുക്ക് കേക്ക് ഇൻഗ്രീഡിയൻസ് വാങ്ങാൻ പോയാലോ. അപ്പൊ അത് ചെറിയ കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ വരാലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നൈസ് ആയിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വാങ്ങുന്നതിന്റെ ഇടയ്ക്ക്, എന്നാലേ ഇനി ഒരു കാര്യം ചെയ്യോ, എന്നെ ഈ കേക്ക് ഉണ്ടാക്കാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ, ഇത് ബേക്ക് ചെയ്യാനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യോ. ഇത് വലിയ കാര്യം പറഞ്ഞു അല്ലേ. ഫോളോയിങ് അപ്പ് എ സ്മോളർ റിക്വസ്റ്റ് വിത്ത് ആൻ ഇവൻ ബിഗർ വൺ സച്ച് ദാറ്റ് ദ സബ്ജക്ട് കംപ്ലൈസ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് ദ ബോണ്ട് റേറ്റ്. അതായത് ആദ്യം എന്ത് ചെയ്യാ, നമ്മൾ ചെറിയ റിക്വസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, വലിയ റിക്വസ്റ്റ് അവരെയും കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഒരു ടൗൺ വരെ പോകണം. ഓക്കെ, എനിക്കിപ്പോ ഒരു ടൗണിൽ പോകണം. അപ്പൊ ടൗണിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ പോയിട്ട് എന്നെ ടൗണിൽ ആക്കി തരുമോ, അല്ലെങ്കിൽ എന്റെ കൂടെ ടൗണിൽ വരുമോ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ സമ്മതിക്കില്ല അല്ലെ. അപ്പൊ അവരോട് നമ്മൾ എന്ത് പറയാ, നോക്ക് എനിക്കൊരു കാര്യം ചെയ്യോ,
എന്നെ ആ ഒരു ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് കൊണ്ടാക്കി തരുമോ, അല്ലെങ്കിൽ അതുവരെ എന്റെ കൂടെ ഒന്ന് നടന്നു വരുമോ എന്നൊക്കെ ചോദിക്കാം. ആദ്യം ചെറിയൊരു റിക്വസ്റ്റ് കൊടുക്കാം. എന്നിട്ട് അവരവിടെ എത്തിന്ന് കാണുമ്പോൾ, ഓ ചിലപ്പോ ഇന്ന് ബസ് ഉണ്ടാവില്ല, നമുക്ക് എന്ത് ചെയ്യാം, ടൗൺ വരെ ഒന്ന് പോയി വന്നാലോ, അതാകുമ്പോ പിന്നെ പെട്ടെന്ന് വരാലോ എന്നൊക്കെ പറയാം. അപ്പൊ അവർക്കൊരു നോ പറയല് നടക്കില്ല. അപ്പൊ അതിനെയാണ് ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക് എന്ന് പറയാം. അതായത് ചെറിയ കാര്യം റിക്വസ്റ്റ് ചെയ്തിട്ട് വലിയ കാര്യത്തിലോട്ട് എത്തിക്കുക. അപ്പൊ അവർക്ക് അവിടെ നോ പറയാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൾട്ട് ആയിരിക്കും. ഓക്കെ, ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് ക്ലിയർ ആണോ മക്കളെ? ഇതൊക്കെ അത്യാവശ്യം കേട്ടോ. ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് ഒന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അത് ആലോചിച്ചാൽ മതി. ഫൂട്ട് എന്ന് പറയുമ്പോൾ ചെറുത്, ഡോർ എന്ന് പറയുമ്പോൾ വലുത്. അപ്പൊ ചെറിയ റിക്വസ്റ്റ് വെച്ചിട്ട് അവരെ കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. അതിനെയാണ് ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്. ഇനി അതേപോലെ ഒരു സാധനം വരുന്നുണ്ട്, എന്ത്? ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്. എന്താണ് ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്? അപ്പൊ അതെന്തായിരിക്കും? ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുത്, ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത്, അല്ലെ? അപ്പൊ ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചു. എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയാണ്, എടോ ഒരു 1000 രൂപ കടം എടുക്കാൻ. ആക്ച്വലി എനിക്ക് 500 രൂപ മതി. ആക്ച്വലി എനിക്ക് എത്ര കിട്ടേണ്ടത് അയാളടുത്തുനിന്ന്? സോറി, 100 രൂപ മതി. എനിക്ക് അയാളടുത്തുനിന്ന് ആക്ച്വലി 100 രൂപയാണ് കിട്ടേണ്ടത്. പക്ഷെ ഞാൻ ആദ്യം വിളിച്ചിട്ട്, എടോ ഒരു 100 എടുക്കാനുണ്ട്, ഒരു 100 രൂപ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് പറയും? ഓ എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല, അങ്ങനെയൊക്കെ പറയും, അല്ലെ? അല്ലെങ്കിൽ പിന്നെ മതിയോ, 100 രൂപയല്ലേ എന്നുള്ള നിലക്ക്. പക്ഷെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാ? എടാ ഒരു 1000 രൂപ എടുക്കാണ്ടാവോ ചോദിക്കാം. അപ്പൊ 1000 രൂപയൊക്കെ വലിയൊരു എമൗണ്ട് ആണ്. അപ്പൊ അയാൾ പറയും, എടോ 1000 അതൊന്നും നിന്റെ അടുത്തില്ല, ചിലപ്പോ വേണമെങ്കിൽ ഒരു 500 100 ഒക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ സംസാരിക്കും. അപ്പോ അല്ലെങ്കിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ 1000 രൂപ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല ഇടാ എന്റെ അടുത്ത് 1000 രൂപ ഇല്ല, അല്ലെങ്കിൽ 1000 രൂപ തരാൻ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുക. എന്നിട്ട് പറയാ, ഇവിടെ ഒരു 500 രൂപയെങ്കിലും എടുക്കാണ്ടാവോ ചോദിക്കാം. അപ്പൊ അയാൾക്ക് ഒരു നോ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓ 1000 ചോദിച്ചില്ലല്ലോ, 500 അല്ലേ ചോദിച്ചോളൂ, അല്ലെങ്കിൽ 100 അല്ലേ ചോദിച്ചോളൂ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? 500 കൊടുക്കും, അല്ലെങ്കിൽ 100 രൂപ കൊടുക്കും. ക്ലിയർ? അപ്പൊ അതാണ് ഡോർ ഇൻ ദ ഫേസ് ടെക്നിക് എന്ന് പറയാം. ആദ്യം വലിയ കാര്യം ചോദിക്കുക. ആക്ച്വലി നമുക്ക് ചെറുത് മതി. അപ്പൊ ആ ചെറുതിലും വലിയൊരു കാര്യം ചോദിക്കുക. അപ്പൊ അവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും തരാൻ. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ആവശ്യത്തിലോട്ട് കടന്നു വരിക. അപ്പൊ അവർക്ക് നോ പറയാൻ പറ്റില്ല. ക്ലിയർ? അപ്പൊ അവർ അതിനെ കമ്പയർ ചെയ്തു. ഇപ്പൊ ആ സംഭവം തന്നെയാണ് ഈ ബാർഗെയിനിങ് സിസ്റ്റത്തിലൊക്കെ നടക്കുന്നത്, അല്ലെ? അവരെന്ത് ചെയ്യും? ആദ്യം വലിയൊരു എമൗണ്ട് ആണ് പറയും. 1000 രൂപ എന്നൊക്കെ. ഡ്രസ്സിന് എത്രയും ചോദിക്കുമ്പോൾ 1000 രൂപ എന്നൊക്കെയാണ് പറയും. എന്നിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ഒരു എമൗണ്ടിലോട്ട് എത്തും. അപ്പൊ ഒരു 500 എന്ന് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ 1000 രൂപയിൽ നിന്ന് 500 എത്തിയല്ലോ, എന്നാ വാങ്ങാം. ആക്ച്വലി ആ ഡ്രസ്സിന് 100 രൂപ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഈ ഡോർ ഇൻ ദ ഫേസ് ടെക്നിക് ഒക്കെ കുറെ ബിസിനസ് ആൾക്കാരൊക്കെ യൂസ് ചെയ്യണതാണ്. ക്ലിയർ ആണോ? ഡോർ ഇൻ ദ ഫേസ് ടെക്നിക് ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളിൽ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. ഈ ടെക്നിക്സ് ഒക്കെ ചിലപ്പോൾ അറിയാണ്ട് പോലും യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനിയുള്ളത് എന്താണ്? ദാറ്റ്സ് നോട്ട് ഓൾ അപ്രോച്ച്. ദാറ്റ്സ് നോട്ട് ഓൾ അപ്രോച്ച് അതെന്താ നോക്കാം. ഓക്കെ ഓക്കെ, ദാറ്റ്സ് നോട്ട് ഓൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നമ്മൾ കാണാറില്ലേ, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്നൊക്കെ പറയണ പോലെ ഒരു ഒരു ഷോപ്പിലൊക്കെ കാണുന്ന ഒരു ടെക്നിക്കാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും? ഇത് വാങ്ങിയാൽ ഇതും ഫ്രീ എന്നൊക്കെ പറയൂലേ? എന്നിട്ട് എന്ത് ചെയ്യും? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയാ, ആ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. എക്സാമ്പിൾ ആണ് കേട്ടോ, കുഞ്ഞു മണ്ടത്തരായിരിക്കും, കുഴപ്പമില്ല. എക്സാമ്പിൾ ആണ്. ഒരു പെണ്ണിന് 50 രൂപയുള്ളൂ. ഒരു പെണ്ണിന് 50 രൂപയുള്ളൂ. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു റബ്ബറും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്യണം. ഒരു 10 രൂപയുടെ ഒരു റബ്ബറും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം? 100 രൂപക്ക് വിൽക്കുക. അപ്പൊ എനിക്ക് ലാഭമായില്ലേ? ഞാൻ പറയാണ്, നോക്കൂ, 100 രൂപക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പെന്നും കിട്ടും, റബ്ബറും കിട്ടും. അപ്പൊ നമ്മൾ വിചാരിക്കും, വാ 100 രൂപക്ക് രണ്ടും കിട്ടിയില്ലേ, അപ്പൊ അതല്ലേ ലാഭം. ആക്ച്വലി എന്താ? പെന്നിനാകെ 50 രൂപയുള്ളൂ. എറേസറിന്, റബ്ബർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എറേസർ കേട്ടോ. എറേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, എറേസറിനാകെ 10 രൂപയുള്ളൂ, പെന്നിനാകെ 50 രൂപയുള്ളൂ. ഓക്കെ, അപ്പോ പെന്നും എറേസറും കൂടെ വാങ്ങുകയാണെങ്കിൽ ഞാൻ 100 രൂപക്ക് നിങ്ങൾക്ക് പെന്നും എറേസറും കൂടെ തരാം. അല്ലെങ്കിൽ ഇത് മാത്രല്ല, പെന്ന് മാത്രല്ല, നിങ്ങൾക്ക് ഒരു എറേസർ ഫ്രീ ആയിട്ട് കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് 100 രൂപക്ക് വിൽക്കുക. അതാണ് എന്ത്? ദാറ്റ്സ് നോട്ട് ഓൾ അപ്രോച്ച്. ഇത് മാത്രമല്ല അതും. ദാറ്റ്സ് നോട്ട് ഓൾ, ഇത് മാത്രമല്ല അതും കൂടെ ഉണ്ട് എന്നുള്ളത്. ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. ഒന്നും കൂടെ പറഞ്ഞുതരാം. അതായത്
നിങ്ങൾ 100 രൂപക്ക് പെന്ന് വാങ്ങിയാൽ നിങ്ങൾക്ക് എറേസർ ഫ്രീ. നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? സൺലൈറ്റിന്റെയോ എന്തിന്റെയോ ഒരു ഇതൊക്കെ കാണാറുണ്ട്. ഇത്ര ഇത്ര കിലോ പൗഡർ, വാഷിംഗ് പൗഡർ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബക്കറ്റ് ഫ്രീ എന്നൊക്കെ പറയും. ആക്ച്വലി ബക്കറ്റിനും വാഷിംഗ് പൗഡറിനും കൂടെ അത്ര പൈസ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഒരു ടെക്നിക്കാണ്. ദാറ്റ്സ് നോട്ട് ഓൾ അപ്രോച്ച് എന്നൊക്കെ പറയാം. ക്ലിയർ? ആ പ്രിൻസിപ്പൽസ് ഒക്കെ ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്. സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഇതിൽ പറയാനുള്ളത്. ഇതൻ അണ്ടർലൈൻ പ്രിൻസിപ്പിൾ ഇത് കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ല കേട്ടോ. ഇത് കുറച്ചും കൂടെ പറയാനുണ്ട്. ലോ ബോൾ പ്രൊസീജിയറും റെസിപ്രോസിറ്റിയും ഇതൊക്കെ നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു തരാനുണ്ട്. കാരണം നമ്മൾ കുറച്ച് അത്യാവശ്യം ടേംസ് പഠിച്ചു. ഇത് നോക്കി നോക്കൂ. ലോ ബോളിംഗ് എന്താന്ന് കൂടെ നോക്കാം. Low balling is a technique designed to gain compliance by making a very attractive initial offer to induce a person to accept the offer and then making the term less favorable. നോക്കി നോക്കൂ. For only 200. Wow, Amy. 15 minutes later, sorry, that excluded tax. Oh no, financial. Okay. ഇതാണ് ലോ ബോൾ ടെക്നിക്ക് എന്താണെന്ന് കൂടെ നോക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞേ? ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് പഠിച്ചു. ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് എന്താ? ആദ്യം ചെറിയ റിക്വസ്റ്റ് ഇട്ട് കൊടുക്കും, എന്നിട്ട് അതിനെ വലിയ റിക്വസ്റ്റിലേക്കോ അല്ലെങ്കിൽ ലീഡ് ചെയ്യാം അല്ലെ? എനിക്ക് അതുവരെ പോയാൽ മതി, ഒന്ന് വരുമോ എന്ന് ചോദിക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം? കുറച്ചും കൂടെ അപ്പുറത്തും കൂടെ പോവാന്നുള്ള രീതിയിൽ അല്ലെ? അപ്പൊ നോക്കി നോക്കൂ, എനിക്ക് കേക്കിന്റെ ഇൻഗ്രീഡിയൻസ് വാങ്ങാൻ എന്റെ കൂടെ വരുമോ ചോദിക്കും. അപ്പൊ നമ്മൾ ചെല്ലും, എന്നിട്ട് പറയാം നമുക്ക് ഒരുമിച്ച് കേക്കും കൂടെ ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞിട്ട് വലിയ റിക്വസ്റ്റ് ഇട്ട് കൊടുക്കാം. അതാണ് ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക്. ദെൻ ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്ക് എന്തായിരുന്നു? ആദ്യം വലിയ സാധനം പറയാം അല്ലെ? അത് നമ്മൾ പറയാം ഇതിന് 1000 രൂപയാണെന്ന് പറയാം. എന്നിട്ട് പറയാ നമ്മൾ ബാർഗെയിൻ ചെയ്ത് ഓക്കെ ഞാൻ നിനക്ക് 500 തരാം പോരെന്ന് ചോദിക്കും. അപ്പൊ നമ്മള് ഭാഗ്യം 1000ന്റെ സാധനം 500 കിട്ടിയല്ലോ എന്ന് വിചാരിക്കും. ആക്ച്വലി അതിന് 100 രൂപ ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യം വലിയ സാധനം ഇടുക, എന്നിട്ട് അതിനെ ചെറുതിലോട്ട് കൊണ്ടുവരാം. ഇനി ലോ ബോൾ പ്രൊസീജിയർ, ദാറ്റ്സ് നോട്ട് ഓൾ അപ്രോച്ച് എന്തായിരുന്നു? ഇത് കൂടാതെ ഇതും നിങ്ങൾക്ക് കിട്ടും അല്ലെ? രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യിക്കുക, ഡീലറിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യിക്കുക എന്നുള്ളത്. ഇനി നോക്കി നോക്കൂ, ലോ ബോളിംഗ് ടെക്നിക്. ലോ ബോളിംഗ് ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിച്ചിങ് ആൻ അട്രാക്റ്റീവ് ഓഫർ ദെൻ ഇൻക്രീസിങ് ദ പ്രൈസ്. ആദ്യം എന്ത് ചെയ്യും? അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഫറാണ് ഇട്ട് കൊടുക്കും. എന്നിട്ട് നൈസായിട്ട് ഇപ്പൊ നമ്മൾ പറയാറുണ്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 99 രൂപക്ക് നിങ്ങൾക്ക് ഈ സാധനം തരാന്ന് പറയും. എന്നിട്ട് എന്ത് പറയാണ്? അപ്പൊ നമ്മൾ വാവ് 99 രൂപക്ക് ഇത്രയും നല്ല സാധനം എന്തൊക്കെ എന്തായാലും മേടിക്കാന്ന് വിചാരിച്ച് നമ്മൾ മേടിക്കാൻ പോകുമ്പോഴായിരിക്കും മറ്റേ ഡെലിവറി ചാർജ്, GST, മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനം വരൂലേ? പക്ഷെ എന്നാലും നമ്മളത് വാങ്ങിപ്പോവും. കാരണം എന്താ? നമ്മൾ ഫസ്റ്റ് അതിനെ കുറിച്ച് അട്രാക്റ്റഡ് ആയിപ്പോയി. അതാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ പറയണേ 200 രൂപക്ക് ഞാൻ തരാം. അപ്പൊ ഇയാള് വാവ് 200 രൂപയുള്ളൂ ഓക്കെ എന്ന് പറയാം. ഇത് നമ്മൾ എത്തുമ്പോൾ പറയാണ് സോറി അത് എക്സ്ക്ലൂഡഡ് ടാക്സ് ആണ്, ടാക്സും GSTയും അതുപോലെ ഡെലിവറി ചാർജും അതൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ 200. ഇതൊക്കെ കൂടെ വരുമ്പോൾ ഒരു 250 വരും എന്ന് പറയാം. അപ്പൊ നമ്മള് എന്നാലും കുഴപ്പമില്ല 200 കിട്ടുമല്ലോ, എന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇതിലോട്ട് എത്തുന്നതിനെയാണ് ലോ ബോൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? നിങ്ങൾ ഇതൊന്നും ഡിഫൈൻ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആയാണ്. ക്ലിയർ ആണോ? ടെക്നിക്സുകൾ 4 ടെക്നിക്സ് നമ്മൾ പഠിച്ചു കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. 4 ടെക്നിക്സ് പഠിച്ചു. ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക്, ലോ ബോൾ പ്രൊസീജിയർ, ഡോർ ഇൻ ദ ഫേസ്, ദാറ്റ്സ് നോട്ട് ഓൾ അപ്രോച്ച്. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. കാരണം നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കുത്തിക്കയറ്റി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഡൗട്ടായി പോകും. സോ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോവാം. നമ്മൾ 2 കൺഫർമിറ്റി എന്താണ്, കംപ്ലയൻസ് എന്താണ്, ഒബീഡിയൻസ് എന്താണ്, അക്സെപ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു. ദെൻ മുസഫർ ഷെരീഫിന്റെ ഓട്ടോ കൈനറ്റിക് എഫക്ട്, ഓട്ടോ കൈനറ്റിക് ഫിനോമിന. ഓട്ടോ കൈനറ്റിക് ഫിനോമിന എന്താണ്? നമ്മൾ പെർസീവ് ചെയ്യാണ്. ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ആള് അത് മൂവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നുക, ആ തോന്നലിനെ, ഒരു പ്രതിഭാസത്തിനെയാണ് ഓട്ടോ കൈനറ്റിക് ഫിനോമിന എന്ന് പറയുന്നത് കേട്ടോ. ദെൻ സോളമൻ ആഷിന്റെ കൺഫർമിറ്റി സ്റ്റഡി, ലൈൻ ജഡ്ജ്മെന്റ് ടാസ്ക്. ലൈൻ ജഡ്ജ് ചെയ്യാൻ പറയും, എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുന്നു വെക്കും. ഇതുപോലെ ഓൾറെഡി തെറ്റായ ആൻസർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പോലും എന്ത് ചെയ്യും? അവരെ കൂടെ കൂടിയിട്ട് നമ്മളും തെറ്റ് വിളിച്ചു പറയും. അതാണ് സോളമൻ ആഷ് കൺഫർമിറ്റി. ദെൻ സിംബാഡോന്റെ പ്രിസൺ സ്റ്റഡി എന്താ ചെയ്തത്? ഒരു
അതോറിറ്റേറ്റീവ് ഫിഗർ ആയിട്ടില്ലേ, ആ ഒരു എന്താണോ ഒബേ ചെയ്യേണ്ടി വരികയാണ് അവർക്ക്, ഗോഡ്സിന് പോലും അവരെ ഒബേ ചെയ്യേണ്ടി വരികയാണ് പ്രിസണേഴ്സിന്. ദെൻ ഫാക്ടേഴ്സ് പഠിച്ചു, ഗ്രൂപ്പ് സൈസ്, ഗ്രൂപ്പ് കൊഹീഷൻ, സോഷ്യൽ സപ്പോർട്ട്, യുനാനിമിറ്റി ഓഫ് മെജോറിറ്റി ആൻഡ് ടാസ്ക് ഡിഫിക്കൽട്ടി. ദെൻ ഒബീഡിയൻസിലോട്ട് വരികയാണ്. ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതോറിറ്റേറ്റീവിന് ആ ഒരു റൈറ്റ് ഉണ്ട്, നമ്മളെ കമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒബേ ചെയ്യാണ്. ദെൻ മിൽഗ്രാമിന്റെ ഷോക്ക് എക്സ്പെരിമെന്റ് ഓൺ ഒബീഡിയൻസ്. ഷോക്ക് എക്സ്പെരിമെന്റിൽ നമ്മൾ എന്താ ചെയ്യണത്, എത്ര ഷോക്ക് കൊടുക്കുമ്പോൾ അയാൾ അവിടുന്ന് അയ്യോ അമ്മേ എന്നൊക്കെ വിളിച്ച് പറയുമ്പോഴും പക്ഷെ അതോറിറ്റി ഷോക്ക് കൂട്ട് എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ആ ഷോക്കിനെ കൂട്ടേണ്ടി വരികയാണ്. അപ്പൊ ആ ഷോക്ക് എക്സ്പെരിമെന്റ് വഴി നമ്മൾ ഒബേ ചെയ്യേണ്ടി വരികയാണ്. അപ്പൊ അതാണ് ഷോക്ക് എക്സ്പെരിമെന്റ് ഒബീഡിയൻസ്. ക്ലിയർ? ദെൻ നമ്മൾ പിയർ പ്രഷർ, കംപ്ലയൻസ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇവിടെ നമ്മൾ 4 ടെക്നിക്സ് പഠിച്ചു അല്ലെ. ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്. ആദ്യം ചെറിയ കാര്യത്തിൽ നിന്ന് വലിയ റിക്വസ്റ്റിലോട്ട് പോവാ. ലോ ബോൾ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അട്രാക്റ്റീവ് ആയിട്ടൊരു എമൗണ്ട് പറയും, എന്നിട്ട് ഈ ഒരു എമൗണ്ട് കൂടാതെ ഇങ്ങനത്തെ കാര്യത്തിന് കുറച്ചും കൂടെ കൂടും കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂട്ടുക. അതാണ് ലോ ബോൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദെൻ ഡോർ ഇൻ ദ ഫേസ് എന്ന് പറയുമ്പോൾ ആദ്യം വലിയൊരു സംഭവം ഇട്ട് കൊടുക്കുക, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ലോ ബോളിൽ എന്താണ് ആദ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്പർ ആണ് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷെ ഡോർ ഇൻ ദ ഫേസിൽ ആദ്യം അട്രാക്റ്റീവ് അല്ലാത്തൊരു കാര്യം പറയാം. ദെൻ നമ്മൾ കുറച്ച് വരുമ്പോൾ നമുക്ക് അതിനെ ഇഷ്ടപ്പെട്ടു വരും അല്ലെ. ഇപ്പൊ ഡോർ ഇൻ ദ ഫേസ്. ദെൻ ദാറ്റ്സ് നോട്ട് ഓൾ അപ്രോച്ച് എന്താണ്, ഇത് കൂടാതെ ഇതും കൂടെ ഉണ്ട് എന്ന് പറയുന്നതിനാണ് ദാറ്റ്സ് നോട്ട് ഓൾ അപ്രോച്ച് എന്ന് പറയുന്നത്. അങ്ങനെ 4 ടെക്നിക്സും നമ്മൾ പഠിച്ചു. ക്ലിയർ? ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് പറയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഈ നമ്മളിപ്പോ ഇന്ന് എടുത്ത ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, താങ്ക് യു ഗൗരി. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.